ബ്രഹ്മസൂത്രം യമസൂത്രം എന്ന് പറയുന്ന ഒന്നാണ്. സത്യമാണ്. ലിബറേഷൻ, ജവാൻ, സൽസ, അതോ ഹെർക്കുലിസ് ആയാലോ? ഒരു സൽസ ഫുള്ള്. ഞാനൊരു പഴഞ്ചൊല്ല് പറയുന്നതിൻ്റെ ഇടയിലുണ്ടായ ചില പരാമർശങ്ങളാണ്. അത് സമുദായത്തിന് ഏതെങ്കിലും തരത്തിൽ വേദനാജനകമായിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സാ വാച നിങ്ങൾ ഓരോരുത്തരോടും ക്ഷമാപണം ചോദിക്കുന്നു. ഞാൻ ആരെയും ഹേർട്ട് ചെയ്യാനോ മറ്റൊന്നിനും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഞാനൊരു പഴഞ്ചൊല്ല് അയ്യപ്പന്റെ അടുത്തേക്ക് പെണ്ണുങ്ങൾ ചെന്നാൽ, പിരീഡുള്ള പെണ്ണുങ്ങൾ ചെന്നാൽ അയ്യപ്പന് ചേറ്റി പോകുന്ന പറയുന്ന കൺട്രോളില്ല, കഷ്ടം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ശബരിമലയ്ക്ക് ഇത്രയും തിക്ക് നിരക്കടിച്ച് പോകുന്നു, പോണ വഴിയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ശബരിമല അയ്യപ്പന്റെ ചൈതന്യമെല്ലാം എന്നേ അവിടെ നിന്ന് വിട പറഞ്ഞു പോയി. നമ്മുടെ അയ്യപ്പൻ എന്നെ കൊണ്ട് ചെയ്യിച്ചു. ശബരിമല അയ്യപ്പൻ എന്നെ കൊണ്ട് ഇവിടെ 18 പടി കെട്ടിച്ചു, സ്ത്രീകളെ കൊണ്ട് കെട്ടേറ്റടാന്ന് പറഞ്ഞു. കണ്ടോ? അപ്പൊ അയ്യപ്പന് മനസ്സിലായി അവിടെ എന്തായാലും മാറ്റാൻ പറ്റില്ല, എന്നാൽ ഇവിടെ മാറ്റിക്കോളാൻ പറഞ്ഞു. അങ്ങനെ എന്തായാലും ഇവിടെ അയ്യപ്പൻ നമ്മൾ 18 പടി കയറി. നമ്മുടെ അയ്യപ്പൻ നല്ല കൺട്രോളാ, ഒരു കുഴപ്പമില്ല. ആര് വന്നാലും ഞാൻ എങ്ങനെയാണോ അതേപോലെ നമ്മുടെ അയ്യപ്പന് നിൽക്കും നെഞ്ചുറച്ച്. നമസ്കാരം. അയ്യപ്പന്റെ അടുത്തേക്ക് പെണ്ണുങ്ങൾ ചെന്നാൽ, പിരീഡുള്ള പെണ്ണുങ്ങൾ ചെന്നാൽ അയ്യപ്പന് ചേറ്റി പോകുന്ന പറയുന്ന കൺട്രോളില്ല, കഷ്ടം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ശബരിമലയ്ക്ക് ഇത്രയും തിക്ക് നിരക്കടിച്ച് പോകുന്നു, പോണ വഴിയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ശബരിമല അയ്യപ്പന്റെ ചൈതന്യമെല്ലാം എന്നേ അവിടെ നിന്ന് വിട പറഞ്ഞു പോയി. നമ്മുടെ അയ്യപ്പൻ എന്നെ കൊണ്ട് ചെയ്യിച്ചു. ശബരിമല അയ്യപ്പൻ എന്നെ കൊണ്ട് ഇവിടെ 18 പടി കെട്ടിച്ചു, സ്ത്രീകളെ കൊണ്ട് കെട്ടേറ്റടാന്ന് പറഞ്ഞു. കണ്ടോ? അപ്പൊ അയ്യപ്പന് മനസ്സിലായി അവിടെ എന്തായാലും മാറ്റാൻ പറ്റില്ല, എന്നാൽ ഇവിടെ മാറ്റിക്കോളാൻ പറഞ്ഞു. അങ്ങനെ എന്തായാലും ഇവിടെ അയ്യപ്പൻ നമ്മൾ 18 പടി കയറി. നമ്മുടെ അയ്യപ്പൻ നല്ല കൺട്രോളാ, ഒരു കുഴപ്പമില്ല. ആര് വന്നാലും ഞാൻ എങ്ങനെയാണോ അതേപോലെ നമ്മുടെ അയ്യപ്പന് നിൽക്കും നെഞ്ചുറച്ച്. നമസ്കാരം. സുഭാഷേ, എന്റെ പണം ഈ 9 ലക്ഷം രൂപ നീ എനിക്ക് തന്നില്ലെങ്കിൽ നിനക്ക് അറിയത്തില്ല. നീ ഇനി മുട്ട ഉടച്ചാലും നീ എന്തൊരു പറി ഉടച്ചാലും നിന്നെ ഞാൻ പൊക്കും പോലെയാടി മോനെ, കേട്ടല്ലേ? ഇത് പഠിക്കുകയും അവിടെ ചെന്ന് പട്ടം കൊടുക്കുകയും ചെയ്യും. ആ കോണം കൂടി പറഞ്ഞ വാങ്ങിച്ചോ, പഠിച്ചെടുക്കട്ടെ സാർ, എന്നിട്ട് പറയാം. പറഞ്ഞ ഒരു കോണം കൂടി വാങ്ങിച്ചോ, അപ്പൊ കെട്ടുകയും ചെയ്യാം. അങ്ങനത്തെ ഡ്രസ് ഒന്നുമില്ല അവരിടുന്നത്, അവര് മുണ്ടാടുന്നത്. അതിന്റെ അടിയിലോ പൊക്കാണ്ട് കാണല്ലോ. പൊക്കണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ ശ്രദ്ധിച്ച കാണാം. നിങ്ങൾ പറയുന്ന നല്ല മനുഷ്യൻ കൗപീനമല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളവിടെ സംഭവം റെഡി എന്ന് പറയാം. നാളെ മുതൽ ബിന്ദു ചെല്ലുമ്പോ നോക്ക്, മുണ്ട് പൊക്കണ്ട, അല്ലാതെ നേരിടടിക്കും. അവരതാണ് കൊടുത്താണെങ്കിൽ അവരെ കാണിച്ചിരിക്കും, ഒരു തർക്കമില്ല കാര്യത്തിൽ. നല്ല ആളെന്ന് പറഞ്ഞ അയാളുടെ ഒരു ഫോട്ടോ കൂടെ കൊണ്ടുവച്ച് വെക്കേ, ഞാനൊന്ന് തൊട്ട് തൊഴുവട്ടെ. ചേച്ചി, ആള് നല്ല ആളെന്ന് പറയുന്നില്ലേ? ആ ആള് ധർമ്മദേവത, ചേച്ചി ധർമ്മദേവത അച്ഛൻ വഴിക്ക് ഏതാണ് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത് ഗൈഡ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഗൈഡ് ചെയ്തിട്ടില്ലല്ലോ. നിങ്ങളോട് ഞാൻ കാര്യം പറഞ്ഞു. ഞാനിവിടെ എനിക്ക് പേടിയില്ലെങ്കിൽ ഈ കോള് ഞാൻ എടുക്കേണ്ട കാര്യമില്ല. നിങ്ങളോട് കാര്യം പറഞ്ഞു, അത് മനസ്സിലാക്കുക. അല്ലാതെ പേടിച്ചിട്ടല്ല കെട്ടേന്. പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ പേടിക്കേണ്ട ഒരാളല്ല ഞാൻ. ആരാണെന്ന് നിങ്ങൾ ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്നെ വിളിക്കുക. എനിക്ക് സംസാരിക്കാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നത്. എനിക്ക് എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് തിരക്കിലായതുകൊണ്ട് ഇങ്ങനെ വേസ്റ്റ് കോളുകൾ എടുത്ത് സമയം കളയാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നത്. ഓക്കെ, വാർത്താ ലിങ്കുകൾ എനിക്ക് അയച്ചു തരുന്നുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച്. ഈ ലിങ്ക് കണ്ടിട്ട് ഒരു അത്ഭുതവും എനിക്ക് തോന്നിയില്ല. കഴിഞ്ഞ 10 വർഷത്തിലധികമായി നാട്ടുകാരെ പറ്റിക്കുന്നതിന് വിശദാംശങ്ങൾ പല വാർത്തകളിലൂടെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് ഇതൊരു അത്ഭുതവും തോന്നിയില്ല. എനിക്ക് അത്ഭുതം തോന്നിയത് ഇത് മറ്റു മാധ്യമങ്ങളും ഏറ്റെടുക്കാൻ തുടങ്ങിയല്ലോ എന്നോർത്തിട്ടാണ്. അടിമുടി തട്ടിപ്പും ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ആളാണെന്നും മണി ചെയിൻ മോഡലിൽ നാട്ടുകാരിൽ നിന്ന് പണം പിരിക്കാൻ വേണ്ടി ചാരിറ്റിയുടെ പേരിൽ നന്മമരം അഭിനയിക്കുകയാണെന്നും വ്യക്തമായ തെളിവുകളോടെ പല വാർത്തകളിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒന്നും അയാൾ നടത്തിയിട്ടില്ല. നാട്ടുകാരെ പറ്റിച്ച് എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക എന്നതല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ല. ഇയാളെ കുറിച്ച് വിശദമായി പഠിച്ച് വളരെ ശാസ്ത്രീയമായി വിലയിരുത്തി രേഖകളുടെ അടിസ്ഥാനത്തിൽ പരമ്പര പ്രസിദ്ധീകരിക്കുന്നു. 4 ദിവസങ്ങളായി വിശദമായി തന്നെ നമ്മുടെ മറ്റ് ചാനലുകളും പത്രങ്ങളും ഇനിയെങ്കിലും കണ്ണു തുറക്കുമെന്നും നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഇയാളുടെ ഉഡായിപ്പിന് അറുതി വരുമെന്നും ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇത്തരത്തിൽ ഒരുപാട് തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും നമ്മുടെ ചുറ്റുമുണ്ട്. അവരിൽ പലരും നന്മമരങ്ങളായി അഭിനയിക്കുകയാണ്. അവരിൽ ചിലരൊക്കെ പൊട്ടിത്തകർന്ന് താഴെ വീണാലും അവരെ കുറിച്ച് വാർത്തയിടുന്ന നമ്മുടെ മാധ്യമങ്ങൾക്ക് ഭയമാണ്. പക്ഷെ നമ്മുടെ ചാനലുകളോ പത്രങ്ങളോ വാർത്ത കൊടുക്കുന്നില്ല.
ഇന്നല്ലെങ്കിൽ നാളെ ഇയാളുടെ കള്ള ബിസിനസ് സാമ്രാജ്യം തകരുമെന്ന് ഉറപ്പ്. കാരണം ഇയാൾ മണി ചെയിൻ മോഡൽ ബിസിനസ് ആണ് ചെയ്യുന്നത്. ഇതിലും എമ്പാടും ഉടായ്പ മണമുണ്ടെന്ന് തോന്നാൻ പോലീസിന്റെ ഇൻട്രോഗേഷനോ വക്കീലിന്റെ സ്പെക്കുലേഷനോ വേണ്ട എന്ന് അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി പറഞ്ഞിട്ടുണ്ട്. മേലിറങ്ങാതെ കാശുണ്ടാക്കാമെന്ന് വെറുതെ തോന്നിയാൽ എന്തുടായിപ്പും ചെന്ന് തലയിടാൻ തയ്യാറായ ബുദ്ധിയേറിയ മലയാളിയുടെ കയ്യിൽ കാശുള്ള കാലത്തോളം ഇനിയും അവതരിപ്പിച്ചുകൊണ്ടിരിക്കും. അല്പസ്വല്പം ചാരിറ്റി ഷോ കൂടി ഉണ്ടെന്നാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതില്ല. മലയാളിയുടെ വീക്ക്നെസ്സുകളെ പറ്റിയും അവഗാഹമാണ് അയാളുടെ മൂലധനം. 50 രൂപ കൊറിയർ ചാർജ് അടക്കം വിൽക്കാൻ നോക്കുന്നെങ്കിൽ അതിന് പിന്നിൽ വേറെന്തോ ജേർണലിസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ വേണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ മാധ്യമ പ്രവർത്തനത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയാണ് പറഞ്ഞു കളയും ചിലർ. സത്യന്തരം മറുനാടനെ മഞ്ഞപ്പത്രം എന്ന് വിളിക്കുന്ന ആളുകളിൽ ഇവിടുത്തെ മുഖ്യധാര ചാനലുകളും പത്രങ്ങളും കൊടുക്കാൻ മടിക്കുന്ന വാർത്തകൾ കൊടുക്കുന്നത് കൊണ്ടാണ്. അത് മുമ്പ് സൂചിപ്പിച്ച മരണം സംഭവിച്ചാൽ ഒരുത്തനും വാർത്ത കൊടുക്കില്ല. ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ തുറന്നു കാണിക്കുന്നത് കൊണ്ടാണ് മറുനാടൻ സാധാരണ മനുഷ്യരുടെ പ്രതീക്ഷയായത്. അതിനെ പരിഹസിച്ച് ചിരിച്ചിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ആയിരക്കണക്കിന് സ്റ്റോറികളിൽ ഒന്ന് മാത്രമാണ്. അപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി കൈയടിക്കാൻ നിങ്ങൾക്ക് മടിയാണ്. നിങ്ങൾ കൈയടിച്ചാലും ഇല്ലെങ്കിലും സത്യമറിയാവുന്ന മനുഷ്യർക്ക് അതറിയാം. അവർ കൈയടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് മറുനാടൻ നിലനിൽക്കുന്നത്. 100% സാക്ഷരതയുണ്ടെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ സാമ്പത്തിക സാക്ഷരത എത്ര താഴ്ന്നതാണെന്ന് മനസ്സിലാക്കാൻ തട്ടിപ്പുകാരന് കിട്ടുന്ന അംഗീകാരം മാത്രം നോക്കിയാൽ പോരെ. എന്റെ അറിവിൽ അയാൾ നടത്തുന്ന തട്ടിപ്പുകൾ എല്ലാ മാധ്യമങ്ങൾക്കും അറിയാമെങ്കിലും മറുനാടൻ ഷാജൻസ്കറി ഒഴിച്ച് ഒരു മാധ്യമവും ഇന്ന് വരെ ഒരു സ്റ്റാമ്പ് സൈസ് വാർത്ത പോലും കൊടുത്തിട്ടില്ല. അയാൾക്കെതിരെ യാതൊരു കേസുകളും ഇല്ല എന്നാണ്. അത് തന്നെ നുണയാണെന്ന് അവൾ പരാതികളില്ലാതെ കേസെടുക്കാൻ താല്പര്യമില്ല എന്നതാണ് സത്യം. അയാളുടെ ഫാൻസ് മതി പരാതിക്കാരനെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലാൻ എന്നതാണ് കേരളത്തിന്റെ അവസ്ഥ. കേരളത്തിൽ മാത്രമേ ഞാൻ ഒരു പ്രതിഭാസം കണ്ടിട്ടുള്ളൂ. അതായത് ഫ്രോഡാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പൊതുജനങ്ങളെ 90% റോഡിൽ കാണുന്ന ഊളകൾ വരെ പോലുള്ള ക്രിമിനലുകൾ അംഗീകരിച്ച് ചേർത്ത് പിടിക്കുന്നത്. അത് ചാരിറ്റി വേഷം കെട്ടിയായിരിക്കും. ചാരിറ്റിക്കിറക്കിയ പണം പാവങ്ങളെ പറ്റിച്ച് കാശല്ലേ എന്ന് ചോദിച്ചു പോയാൽ നീ കൊടുത്തോ എന്ന് മറു ചോദ്യവും തന്തയ്ക്ക് വിളിയും ഉറപ്പാണ്. കേരളത്തിന് വെളിയിൽ ഫ്രോഡുകൾക്ക് സാമൂഹ്യ അംഗീകാരം രാഷ്ട്രീയത്തിൽ മാത്രമേ കിട്ടൂ. അതുപോലുള്ള ഫ്രോഡ് ക്രിമിനൽസിനെ ആരും പിന്തുണയ്ക്കില്ല. ഒച്ച തട്ടിപ്പ് നടത്തി സുഖിച്ച് ജീവിക്കുകയായിരുന്നു എന്നറിയാൻ അഴിമുഖത്തിന്റെ സമഗ്രമായ അന്വേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല. അയാളെ ശ്രദ്ധിച്ചാൽ മതി. എന്റെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് അനുഭവജ്ഞാനം വെച്ച് പറയട്ടെ, ഒരു സീരിയസ് ബാങ്കറും അവന്റെ പിൻ സ്ട്രൈപ്പ് സൂട്ട് കോംപ്രമൈസ് ചെയ്യില്ല എന്ന് മാത്രമല്ല അവന്റെ കോർണർ ഓഫീസിന് വെളിയിൽ അധിക സമയം പുറത്തു പോകില്ല. മറ്റൊന്ന്, അവരെ ഒരിക്കലും പൊതുവേദികളിൽ പാട്ടും കൂത്തും അലവലാതി കിടക്കുന്ന ഡാൻസിനും കാണാൻ കിട്ടില്ല എന്ന് മാത്രമല്ല പിങ്ക് ഡെയിലീസ് ആൻഡ് ബിസിനസ് ജേർണലിസത്തിനും പോർട്ടലിനും വെളിയിൽ അവരെ സംബന്ധിച്ച വാർത്ത പോലും വരില്ല. അവരുടെ രീതി അങ്ങനെയാണെന്നറിയാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോലുള്ള അലവലാതിയെ കാണാത്ത ദിവസമുണ്ടോ? 2-3 വർഷത്തിനുള്ളിൽ പൊട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നാട്ടുകാർ അറിയൂ. അതുവരെ പരസ്യം വാങ്ങി മാധ്യമങ്ങൾ അവരുടെ റോൾസ് റോയ്സിനും പോർഷയും കാട്ടി അളിഞ്ഞ ബാക്ക്ഗ്രൗണ്ടും തട്ടിപ്പ് മാത്രം ഇക്വിറ്റിയുള്ള ഇവനെ ബില്ലിനേഴ്സ് ആക്കും. സാദാ മല്ലു ഫള്ളൂസ് അധ്വാനിച്ച കാശ് ഇവന്മാരെ ഏൽപ്പിച്ച് മയ്യത്താകും. കടകളിലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വിൽക്കണമായിരുന്നു. സോപ്പ്, ചീപ്പ്, സൂര്യ സോപ്പ് എന്ന് പറഞ്ഞ സോപ്പുണ്ട് ആവിട്ടത്തൂർന്ന് തന്നെ. ആ സോപ്പ് പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി മിക്സറുകൾ, പെരുമ്പാവൂരിന്ന് മിക്സറുകൾ എടുത്ത് ഒരുപാട് ഒരു കട എനിക്ക് കടയുണ്ടായ ആളാ. എന്റെ കടയിലൊക്കെ കൊണ്ടു തന്നെ സാധനമായിരുന്നു ഉള്ളു. വ്യക്തമായിട്ടൊന്ന് പറയാമെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്താലോ? വേണ്ട, റെക്കോർഡും ചെയ്യണ്ട. ഞാനത് സൂചിപ്പിച്ചെന്നുള്ളൂ. റെക്കോർഡും ചെയ്യണ്ട. പേടിയാണോ? പേടിയൊന്നുമില്ല. എനിക്ക് എന്തിനാ പേടിക്കണേ? ഞാൻ എന്തിനാ പേടിക്കണേ? അല്ല, അനുവാദം ചെയ്യുള്ളൂ. പേരൊന്നും പറഞ്ഞു പേടിക്കണ്ട. ഞാനോട് പേര് അതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെ വന്ന് അന്വേഷിച്ച പുള്ളിനെ കുറിച്ച് അറിയാം. മൂക്കന്നൂർ വന്ന് അന്വേഷിച്ചത്. ഇപ്പൊ പുള്ളിയുടെ അനിയനാണ് ആ വീട്ടിൽ താമസിക്കണേ. തറവാട് പോലത്തെ സ്ഥലത്ത്. ചേട്ടൻ അവിടെ ഒരു അമ്പലമായിട്ട് ഇരിപ്പുണ്ട്. സുരേഷ് എന്ന് പറഞ്ഞ ആള്. ചേട്ടന്റെ പേരെന്താണ്? ചേട്ടൻ സുരേഷ്. ചേട്ടൻ സുരേഷ്. എന്തുവാണ്? അമ്പലമാണോ? അമ്പലം എന്ന് പറഞ്ഞ അമ്മാദേവി എന്ന് പറഞ്ഞ ആരാണ്ട് കൂന്നിരുത്തി പുള്ളി മരുന്നും ഈ മന്ത്രം കൊടുത്ത ആളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാ. എല്ലാരും പറ്റിയതാണോ? ദൈവമേ. അമ്മാദേവി. പിന്നെ അനിയന് ചെയ്യാത്ത ബിസിനസ് ഇല്ല. മീൻ കച്ചവടം, ജാതി കച്ചവടം. ഇപ്പൊ ലോട്ടറി കച്ചവടം. ലോട്ടറി കച്ചവടം അല്ലേ? ഓക്കെ. അല്ല, ഇത് ആള് വെടിപ്പാണോ? ആള് നിങ്ങള് പറഞ്ഞിട്ട് ഇവന് 2-3 വർഷം കൊണ്ട് പിന്നെ തന്ത്രിയായത് പുള്ളി ഓടക്കാലിലെങ്ങാനും ഇത് പഠിക്കാൻ വേണ്ടത് എനിക്ക് തോന്നണം. ഓടക്കാലി. എന്റെ അറിവ് അങ്ങനെയാണ്. ഓടക്കാലി അല്ലേ? ഓടക്കാലി. ഓക്കെ. അത് കഴിഞ്ഞാൽ പുള്ളി കിടങ്ങൂര് വെച്ച് ജ്യോതിഷം തുടങ്ങി. പിന്നെ കിണവ് സാധനം കാണാൻ തുടങ്ങി. പിന്നെ വീട് പിന്നെ സാധനം കാണാൻ തുടങ്ങി. അത് കഴിഞ്ഞാൽ പിന്നെ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങിയ പുള്ളിയുടെ കൺസൾട്ടിങ് 2000-3000 ഒക്കെ ആയിരുന്നു.
ഇപ്പൊ 3500 പറയുന്നത് കേട്ടു. അല്ല, ഇപ്പൊ 3500 വിളിച്ചു ചോദിച്ചാൽ അവിടെ അങ്ങോട്ട് സ്റ്റാഫ് ഒക്കെ ഉണ്ട്. ആ സ്റ്റാഫ് പറയുന്നത് 3500. അവിടെ മലയാ തൊടുപുഴയാ അവിടെ തോന്നണം ബസ്സിൽ. എന്താ അവിടെ കണ്ടാ വയ്യ? എന്തോ പുഴയാ? അങ്കമാലി അല്ലല്ലോ ഇപ്പൊ അമ്പലം ഇരിക്കുന്ന പുള്ളിയുടെ. എന്തോ പൊന്നാരമംഗലം അങ്ങനെ. അതന്നെ അങ്ങനെയുള്ള ക്ഷേത്രമാണ് ഇവിടെ. പക്ഷെ താന്ത്രിക രീതിയിലൊന്നും അല്ല പ്രതിഷ്ഠിച്ചിരിക്കുന്നൊക്കെ. എന്നും ഉത്സവമാണ്. ഒരുപാട് ആൾക്കാർ. പക്ഷെ ഈ പുള്ളിക്ക് SND മറ്റേ പുള്ളിക്കാരനും പറഞ്ഞ SND ഇവിടെ സർട്ടിഫിക്കറ്റ് ഇല്ല. ഈ പുള്ളി ഈ ദേശത്തുള്ള ആളല്ല. ഈ കിടങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മൂക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ വന്ന് താമസമായിരുന്നു. പക്ഷെ പുള്ളിയെ അമ്മ നേരത്തെ മരിച്ചുപോയി. അമ്മ നേരത്തെ മരിച്ചുപോയി. അച്ഛൻ ഒരു കുടിയനും ഒരു മുട്ടപ്പൂക്കാരനായിരുന്നു. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു മൂരിവരായതിനെ പുള്ളിനെ വിളിക്കണേ. ഈ പുള്ളിക്ക് പിന്നെ മെമ്പർഷിപ്പ് ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. അതുണ്ടാവൂല. അന്ന് ഇവിടെ മുക്കനൊരു SNDP അത്ര ശക്തമല്ല. ആകെ ഒരു ശാഖ മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ വൈഫ് പിന്നെ ഓക്കെ ആണെന്നാ പറയുന്നത്. വൈഫ് SNDP-കാരിയാണെന്നാ. വൈഫ് എവിടെയാണ്? കല്ലൂരാണ്. കല്ലൂര് എറണാകുളത്ത് നിന്ന് അങ്ങനെയാണ് വിവാഹം കഴിച്ചത്. എറണാകുളത്ത് മറ്റേ നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ അപ്പുറത്താണ് വീട്. ഞാൻ കല്യാണത്തൊക്കെ ഞാൻ പോയേക്കണ ആളാ. ആണോ? ഈ സാമ്പത്തികമുള്ളവനായിരുന്നു ഇവൻ ഭയങ്കരമായിട്ട്. ഇവൻ പറയുന്നത് സാമ്പത്തികം ഈ ബിസിനസ് കൊണ്ടുള്ള സാമ്പത്തികം ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇവൻ പറഞ്ഞു ഈ ബിസിനസ്സിൽ നഷ്ടം വന്നപ്പോ പുള്ളി ഓരോ ജ്യോതിഷന്മാരുടെ അടുത്ത് പോയി ഇങ്ങനെ കാശ് കൊടുത്ത് പുള്ളിക്ക് ഇത് ലാഭമെന്ന് തോന്നി പരിപാടി. അത്രേ ഉള്ളൂ. അതിനകത്ത് കഥ അത്രേ ഉള്ളൂ. ശരി. അമ്മോ സംഭവം അതല്ലേ? അല്ല, പുള്ളിയൊക്കെ ബിസിനസ്സുകാരനായി. ഭയങ്കര ഭയങ്കര തൊലിക്കട്ടിയാട്ടോ. അതാണ് അതിന്റെ കാര്യം. പുള്ളി ഇങ്ങനെ ഓരോ ബിസിനസ് രക്ഷപ്പെടാൻ ഓരോ ജ്യോതിഷന്മാരുടെ അടുത്ത് പോയി ചെന്ന് ചോദിക്കുമ്പോ 10, 200, 300 കൊടുക്കൂല. അതെ. നമ്മളിപ്പോ ഒരു ജ്യോതിഷന്റെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പോ എന്തെങ്കിലും വെച്ചേക്കാൻ പറയുമ്പോ എങ്ങനെയായാലും 100 കുറഞ്ഞ ആരും വെക്കില്ല. പൈസ ചോദിച്ചില്ലെങ്കിലും. അതെ 100% പെട്ടെന്നിരിക്കത്തില്ല. എങ്ങനെ വെച്ചാലും ഇന്നത്തെ കാലയളവ് അനുസരിച്ചാണെങ്കിലും എന്തെങ്കിലും കൊടുക്കും. സംശയമില്ല. ഏറ്റവും കൂടുതൽ 500 രൂപ വെക്കും. 500 ഇപ്പൊ 500 വെക്കുമായിരിക്കും. 500 വെക്കുമോ? എന്നാലും ഉണ്ട്. 10 ആളാവുമ്പോ 5000 രൂപയില്ലേ ഒരു ദിവസം വരുമാനം. 10. അത് ശരിയാ. പുള്ളി നോക്കിയപ്പോ ആ വരുമാനം കൂട്ടി. ജ്യോതിഷം ഒന്നും പഠിച്ചിട്ടില്ല. അതല്ലേ കോടക്കാലിൽ എവിടെ പോയിരുന്നു പുള്ളി? അവിടെ കണ്ട ഒരിടത്ത് ഇവിടെ എന്തോ ചേർത്തലേ പൂച്ചാക്കൽ എന്ന് പറയുന്നത്. ചേർത്തല പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഓടക്കാലിൽ പോയിരുന്നു. അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് വരുമ്പോ സെയിലിന് വരുമ്പോ. ഓടച്ചാലോ? അതെവിടെ ഈ സ്ഥലം? ഓടക്കാലി പെരുമ്പാവൂര്. സുഭാഷ് ചന്ദ്രയുടെ അച്ഛൻ്റെ അച്ഛൻ ശ്രീ നാരായണ ഗുരുസ്വാമിയുടെ ആലുവയിലുള്ള അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ക്ഷൗരക്കാരനായിരുന്നു. പുള്ളിക്കാരൻ അവിടെ സ്ഥിരം ക്ഷൗരം ചെയ്യുന്ന ജോലിയായിരുന്നു. അത് കഴിഞ്ഞ് ശ്രീനാരായണ ഗുരുസ്വാമികൾ എപ്പോഴൊക്കെ ആലുവ അദ്വൈതാശ്രമത്തിൽ വരുമോ അവിടെ വന്ന് ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ഇപ്പോഴത്തെ ബാർബർ ഷോപ്പ് ചെയ്യുന്ന പണികളെല്ലാം ചെയ്ത് ആവശ്യമുള്ള പൈസയും കൊടുത്താണ് ശ്രീനാരായണ ഗുരുസ്വാമി ആ ക്ഷൗരക്കാരനെ പറഞ്ഞയച്ചിരുന്നത്. സുഭാഷിൻ്റെ അച്ഛൻ ആ തൊഴിലുമായിട്ട് നാട് നീളെ നടന്നതായിട്ടാണ് അറിയുന്നത്. അങ്ങനെ നാട് നീളെ നടന്നതിൽ കിട്ടിയ ഒരു കുട്ടിയാണ് സുഭാഷ്. ആ ഒരു ദേഷ്യം പുള്ളിക്ക് ഇപ്പോഴും മനസ്സിൽ കിടപ്പുണ്ട്. ക്ഷൗരക്കാരനായ ആളിൻ്റെ മകനായി ജനിച്ചതിലുള്ള ഒരു അപകർഷതാ ബോധമാണ് പുള്ളി പലപ്പോഴും പ്രകടിപ്പിക്കുന്നത്. പുള്ളിക്ക് പൂജ അറിയാം എന്നുള്ള വ്യാജേന പല ആൾക്കാരെയും പറ്റിച്ച് ധനം നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി പല അഭ്യാസങ്ങളും പുള്ളി ചെയ്യുന്നുണ്ട്. ഇവിടെ 2 തിരി വെച്ചത് കണ്ടോ? ആ 2 തിരി എന്താണ് ഉദ്ദേശിക്കുന്നത്? 2 തിരി സന്ധ്യക്കും പ്രഭാതത്തിലും പ്രദോഷ സന്ധ്യക്കും പ്രഭാത സന്ധ്യയിലും മാത്രമേ 2 തിരിയിട്ട വിളക്ക് കത്തിക്കാവൂ. എന്താ തിരിയുടെ ഉദ്ദേശം? ഒന്ന് സൂര്യനാണ്, ഒന്ന് ചന്ദ്രനാണ്. സന്ധ്യക്ക് കത്തിക്കുന്ന വിളക്ക് കിഴക്കുഭാഗത്തെ തിരി ചന്ദ്രനും പടിഞ്ഞാറ് ഭാഗത്ത് അസ്തമിച്ചു പോകുന്ന സൂര്യനുമാണ്. പ്രഭാതത്തിലെ തിരി ഉദിച്ചു വരുന്ന സൂര്യന് കിഴക്കുഭാഗത്തും
അസ്തമിച്ചു പോകുന്ന ചന്ദ്രന് പടിഞ്ഞാറ് ഭാഗത്തുമാണ്. 2 തിരി. 5 തിരിയോ പഞ്ചഭൂതങ്ങൾക്കാണ്. പൃഥ്വിതേജോ വായുവാകാശങ്ങൾക്ക്, പഞ്ചഭൂതങ്ങൾക്കാണ് 5 തിരിയിട്ട വിളക്ക്. 5 തിരിയിട്ട വിളക്ക് വീട്ടിന്റെ വരാന്തയിൽ കത്തിക്കണം, വീട്ടിന്റെ അകത്ത് കത്തിക്കരുത്. 5 തിരിയിട്ട വിളക്ക് പുറത്ത് കത്തിക്കണം. 7 തിരിയിട്ട വിളക്ക് 7 ലോകത്തിലുള്ള മനുഷ്യരോടാണ്. 7 ലോകത്തുള്ള മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. എന്താണ് ഈ പ്രാർത്ഥനയും ഉത്സവവും വളരുമ്പോൾ വളരേണ്ട ലക്ഷ്യം വെക്കുന്നത്? എന്താ? ദൈവം ശക്തിപ്പെടുമെന്നാണോ? നമ്മൾ വിചാരിച്ചിട്ട് ദൈവത്തെ ശക്തിപ്പെടുത്താൻ പറ്റുമോ? എന്താണ് വളരേണ്ടത്? PSCക്ക് പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു മലയാള വ്യാകരണമുണ്ട്. അത് അമേനാമം മേനാമം എന്നതാണ്. സ്കൂളിൽ പഠിച്ചവർക്കറിയാം അമേനാമം മേനാമം. മേനാമം എന്ന് പറയുന്നത് കൈകൊണ്ട് തൊടാനും കണ്ണുകൊണ്ട് കാണാനും അളക്കാനും തൂക്കാനും പറ്റിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെ പേരുകളെയാണ് മേനാമം എന്ന് പറയുക. ഒരു മൈക്ക്, ഒരു വാച്ച്, ഒരു പേന, ഒരു ബൾബ്, ഒരു ഫാന്, ഇതൊക്കെ മേനാമങ്ങളാണ്. കാണാം, എണ്ണാം, അളക്കാം. 1 കിലോ അരി മേനാമം. എന്നാൽ കാണാനും തൂക്കാനും അളക്കാനും പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. 1 കിലോ സത്യം കിട്ടുമോ? 2 മീറ്റർ സ്നേഹം കിട്ടുമോ? 1 ഹെക്ടർ ധർമ്മബോധം കിട്ടുമോ? 5 സെന്റ് ദയ കിട്ടുമോ? കാരുണ്യം കിട്ടുമോ? ഇതൊന്നും കാണാൻ പറ്റുന്നതല്ല, അളക്കാൻ പറ്റുന്നതല്ല, തൂക്കാൻ പറ്റുന്നതല്ല. മനുഷ്യന്റെ വികാസം എന്ന് പറയുന്നത് അമേനാമങ്ങളുടെ വികാസമാണ്. അമേനാമങ്ങളുടെ പരകോടിയാണ് ദൈവം. ഈ പറഞ്ഞതിന്റെയൊക്കെ പൂർണ്ണതയാണ് ദൈവം എന്ന് പറയുന്നത്. സത്യവും സ്നേഹവും ജ്ഞാനവും ആനന്ദവും ചേരുമ്പോ ഈ അമേനാമങ്ങളുടെ അർത്ഥതലങ്ങളിലേക്ക് ആഴത്തിലെത്തുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സത്യത്തെ അന്വേഷിക്കുവാൻ പുറപ്പെടാനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് തലച്ചോറുകൾ ഏറ്റവും ഉറപ്പുള്ള എല്ലുകൊണ്ട് പൊതിഞ്ഞിട്ട് അത് ഏറ്റവും നല്ല ന്യൂറോണുകൾ ബന്ധിതസ്ഥനായിട്ട് ആ ന്യൂറോണുകളിലെ ചിന്തകൾ കരം കൊണ്ട് പൂർത്തിക്കുവാൻ പറ്റിയ ഒരു അസലായിരിക്കുന്ന കമ്പ്യൂട്ടറാണ് മനുഷ്യന്റെ ശരീരം. അല്ലേ? നമ്മുടെ ശരീരം ഒരു അത്ഭുതമല്ലേ? നമ്മൾ മനുഷ്യനായി ജനിച്ചത് തന്നെ ഒരു മഹാഭാഗ്യമല്ലേ? എന്നിട്ട് മനുഷ്യനായി ജനിച്ചിട്ടും വീണ്ടും വീണ്ടും ദൈവത്തോട് വരണ്ടാ വരണ്ടാ എന്ന് ചോദിക്കുന്നത് എന്തൊരു വിഡ്ഢിത്തമാണ്. ഈ വരമെന്ന സങ്കല്പമാണ് പറ്റിച്ചത് നമ്മുടെ രാജ്യം. മാറ്റുചാരായ കാരണം. അപ്പൊ ഇയാളുടെ വണ്ടിയിൽ എപ്പോഴും ചാരായം ഉണ്ടാവും. അപ്പൊ ഇയാളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചാരായം ഓർഡർ ചെയ്താൽ പുള്ളി അവിടെ കൊണ്ടുവന്ന് ചാരായം കൊടുക്കുക, പൈസ വാങ്ങിക്കുക, കുടിക്കാനല്ല, ചാരായം മാറ്റി വിൽക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമല്ല ഇയാൾ 8ാം ക്ലാസ്സും കുസ്തിയും കണ്ടാണ് ഇയാളുടെ വിദ്യാഭ്യാസ യോഗ്യത. പക്ഷേ ഇയാൾ ബോർഡിലൊക്കെ BA MA MCom PhD ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പുറത്ത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇയാൾ വിദേശത്തേക്ക് പോയിട്ട് ഉടായിപ്പ് തന്ത്രി, ഇവൻ പറയുന്നത് 450+. ഈ ഉടായിപ്പ് തന്ത്രിമാർ മൊത്തം പറയുന്ന ഒരു കണക്കാണ് കേട്ടോ. ഇത് 120 ക്ഷേത്രങ്ങളുടെ തന്ത്രം, 350 ക്ഷേത്രങ്ങളുടെ തന്ത്രം, 450 ക്ഷേത്രങ്ങളുടെ തന്ത്രം. അങ്ങനെ ഉടായ്പിനെ, പണ്ടത്തെ ഒരു ഉടായ്പിനെ എനിക്കറിയാം, ആ മേഖലയിൽ തന്നെയുള്ള. ആശാൻ പറയുന്നത് 350-400 ക്ഷേത്രങ്ങളിൽ തന്ത്രം ഉണ്ടെന്നാണ്. ഇയാൾ ഒരു തന്ത്രി ഇവിടെ ഒരു പ്രതിഷ്ഠ നടത്തുന്നുണ്ട്, നമുക്കത് കാണാൻ പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിലെ വിഗ്രഹം ഉറപ്പിക്കുന്ന അഷ്ടബന്ധം ഇട്ടിട്ടാണ് ഉറപ്പിക്കുക. അഷ്ടബന്ധം എന്ന് പറയുന്നത് ഒരു മരുന്ന് കൂട്ടാണ്. ഇത് പുളിമര ചുറ്റിക കൊണ്ട് മണിക്കൂറുകൾ ഇടിച്ച് കൂട്ടി, അത് വലിയ പശയാണ്. ഇത് ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ പശയായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ്. നമ്മളോട് ചെല്ലുമ്പോൾ ഈ നാഗരപ്രതിഷ്ഠ നടക്കും. അപ്പൊ ഈ നാഗരപ്രതിഷ്ഠ എന്ത് ചെയ്യില്ല, ഒന്നിട്ടും അന്ന് നമ്മൾ ചെല്ലുമ്പം കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ കുഴിയിലേക്ക് ഈ വിഗ്രഹം ഇറക്കി വെക്കുമ്പോൾ ഈ വിഗ്രഹം എന്ത് ചെയ്യുന്നില്ല, അവിടെ ഉറച്ചിരിക്കുന്നില്ല. ഒരു ചരിവ്, വിഗ്രഹത്തിന് ഒരു ചരിവ്. അത് ചെറിയ ആരും അറിയാതെ ഒരു പാറച്ചുകളും എല്ലാം വെച്ച് ടൈറ്റ് ചെയ്ത് ഉറപ്പിച്ച് വെച്ചാൽ മതി അവിടെ. അപ്പൊ ഈ ആശാൻ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ നോക്കുമ്പോൾ മറ്റേ അരക്കുണ്ടല്ലോ, നമ്മൾ ഈ പണ്ടൊക്കെ നമ്മൾ കൊറിയർ, ഈ സർക്കാർ പത്രമൊക്കെ വരുന്ന സമയത്ത് സിനിമയിൽ കണ്ടിട്ടുണ്ടാവും എല്ലാവരും, ഒരു പൂട്ട് ജപ്തി ചെയ്യുമ്പോൾ ഒരു തുണി ചുറ്റിയിട്ട് ഒരു ചരടം ചുറ്റിട്ട് ഉരുക്കി ഒഴിച്ചിട്ട് ഇങ്ങനെ സീലടിക്കുന്ന നമ്മൾ. ഈ സാധനമുണ്ട്, ഇത് അരക്ക്, ഒരു കെമിക്കലോ എന്തോ ആണത്. ഈ സാധനം അടുപ്പത്ത് വെച്ച് ഉരുക്കി ഒരു പാത്രത്തിലാക്കി കൊണ്ടുവന്നിട്ട് ഇത് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നാഗരുടെ പ്രതിഷ്ഠ എടുത്ത് വെക്കുന്നത് ഞാൻ കണ്ട രഹസ്യമായിട്ട്. അപ്പൊ ഇവനൊക്കെയാണ് നമ്മൾ തന്ത്രി എന്ന് വിളിക്കുന്നത്. 4 ചൂടായ്പ ഫ്രോഡുകളാണ്. ഇവരൊന്നും എങ്ങും തന്ത്രമൊന്നും പഠിച്ചോമാരൊന്നുമല്ല, ചുമ്മാതെ പറ്റിച്ച്. അപ്പൊ ഈ ഇത്തരം ഫ്രോഡുകൾ മെയിനായിട്ട് ക്യാൻവാസ് ചെയ്യുന്നത് ആരായിരിക്കും? വലിയ പണക്കാരായിരിക്കും. ഈ ഒരുപാട് പൈസയുണ്ട്, എന്നാൽ ഈ വലിയ വിശ്വാസമാണ് ആളുടെ മുന്നിൽ കാണിക്കാൻ, പൊക്കി പറയാനൊക്കെ. ഇപ്പൊ പണിയറിയാവുന്ന തന്ത്രിമാരൊന്നും ഈ പണക്കാരുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കില്ല. അവന്മാരുടെ ആഠ്യത്തെ എപ്പോഴും കാത്തു സൂക്ഷിക്കും. ആ രീതിയിൽ ഇവന്മാരങ്ങനല്ല. ഇവന്മാരെന്തെങ്കിലും ഉടായ്പകളൊക്കെ പറഞ്ഞു കൊടുത്ത്, ഉടായ്പ പൂജകളൊക്കെ പറഞ്ഞു കൊടുത്ത് അവന്മാരുടെ കൂടെ അങ്ങ് കൂടും. അങ്ങനെ
ഭയങ്കരമായ സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തന്നെ ഇന്റർവ്യൂ ചെയ്ത പല ആളുകൾ, അത് ജെന്യുവനായിട്ടുള്ള ആളുകൾക്കായാലും ഫ്രോഡുകൾക്കായാലും, ഈ അബാക് മീഡിയയുമായി ബന്ധപ്പെട്ട് നമ്മളെ വിളിക്കുന്ന അധിക കോളുകൾ ഇന്ത്യക്ക് പുറത്തു നിന്നാണ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വിളിക്കുന്ന പല കോളുകളും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ അന്ന് ഒരു കോഴിയെ കട്ടവന്റെ തലയിൽ പൂട കാണും എന്ന് പറയുന്ന പോലെയാണ് പല ആളുകളും പേടിക്കുന്നത്. ഇനി എന്നെയാണോ പറഞ്ഞത് എന്നുള്ള പേടി ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട്. തന്നെ വിളിച്ചിരുന്നോ ഈ പറഞ്ഞ വ്യക്തികൾ? അങ്ങനെ ആരും വിളിക്കില്ലല്ലോ. ആ ആളുകൾക്ക് പലരെയും വെച്ച് വിളിപ്പിക്കുവാണോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വിടാം, അത് നമ്മുടെ വിഷയമല്ല. പോലൊരു സ്ഥലത്തിരുന്നുകൊണ്ട് പൂജകൾ നടത്തുന്ന ഒരുത്തന് ഇത്രത്തോളം കോടികൾ എങ്ങനെ സമ്പാദിക്കാൻ പറ്റി എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇദ്ദേഹം ഇത്രയും വലിയൊരു പ്രശ്നമാണ്, വലിയൊരു സാമൂഹ്യ വിപത്ത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത്തരം ഫ്രോഡുകൾ നമ്മുടെ കേരളത്തിൽ കൊടികുത്തി വാഴുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നവർക്കും അഭിപ്രായം പറയാൻ ഭരണം നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിന് മാത്രമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കള്ളനാണയങ്ങൾ കൊടികുത്തി വാഴുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പം ഞാൻ വേറെ കേസ് പറയും. ഇപ്പം മലബാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാം മത പണ്ഡിതൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു ഫ്രോഡുണ്ട്. അപ്പം ഇവര് പിന്നെ മതത്തിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥനകൾ ചൊല്ലി, ഇപ്പൊ നേരത്തെ ഇയാള് പിന്നെ വൈദ്യം പഠിച്ച ആളാണെന്നും പറഞ്ഞ് കുറെ വൈദ്യമൊക്കെ ചെയ്തു നടന്നു. അതിനേക്കാൾ നല്ലത് ആത്മീയ ചികിത്സയാണെന്ന് മനസ്സിലാക്കി ആത്മീയ ചികിത്സയിലേക്ക് പോയി. മനുഷ്യക്കടത്തിന്റെ ആളിലും അവയവ കച്ചവടമൊക്കെ ഉണ്ടോ എന്ന് ഇപ്പൊ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇനി ISIS ബന്ധമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇയാള് മറ്റേ എന്തുകൊണ്ട് ആഘോഷിക്കുന്നു? അദ്ദേഹത്തിന്റെ പഴിപ്പച്ചേട്ടൻ പറഞ്ഞില്ലേ ഈ പാട്ടുകൾ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഹൈപ്പ് കിട്ടിയതെന്ന്. എത്രയോ മന്ത്രവാദിമാർ അകത്താകുന്നു. അതുപോലെ അങ്ങ് പോയേനെ അല്ല അല്ല പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവര് ശിക്ഷിക്കപ്പെടണം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടും. ഇതിലും വലിയ ശിക്ഷയുണ്ട്. ഫ്രോഡെന്ന് വെച്ചാൽ വെറും ഫ്രോഡ്. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പാണ്ടിയിൽ നിന്നും വന്ന ഒരു അപ്പക്കാള മുതുമൂരിയും അല്ലെങ്കിൽ ഗുരുദേവൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ക്ഷൗരക്കാരനുമായിരുന്ന ആളിൻ്റെ ചെറുമകൻ എന്ന് വിശേഷിപ്പിക്കുന്ന സങ്കല്പത്തിലുള്ള അമട്ട് താത്തയുടെയും മുതുമൂരി അടയ്ക്കക്കള്ളൻ തേങ്ങാക്കള്ളൻ്റെയും മകനെന്ന സങ്കല്പത്തോടു കൂടിയ ഒരു വ്യാജൻ, അല്ലെങ്കിൽ ജ്യോതിഷമറിയാതെ, തന്ത്രമറിയാതെ, ശാസ്ത്രമറിയാതെ ഒരു ഹൈന്ദവ പുരാണങ്ങളെയോ അല്ലെ ഹൈന്ദവ രീതിയിലുള്ള സനാതനധർമ്മത്തെയോ വേദമോ ഒന്നും അറിയാത്ത ഒരു ഊള എന്ന് തന്നെ പറയണമെന്ന ഒരു അണ്ടൻ അല്ലെ അണ്ട ഇവൻ കേരളത്തിൽ വന്നിട്ട് ജനങ്ങളെ തട്ടിപ്പേരാണ് ഇവൻ്റെ പരിപാടി. അല്ല നമ്മൾ പറഞ്ഞു ഭൂമാഫിയ, അതുപോലെ തന്നെ പല രീതിയിലുള്ള മാഫിയ വിഷയങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഈ എപ്പിസോഡുകളൊക്കെ ചെയ്യുന്നതിൽ വൈരാഗ്യവും അവൻ്റെ ജനങ്ങൾക്ക് മനസ്സിലാകുകയും, അവൻ്റെ ജനങ്ങൾക്കല്ല കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുകയും, ഇത് അവന് വേണ്ടി ഞാൻ ചെയ്യുന്ന എപ്പിസോഡുകളല്ല, പൊതുവായിട്ടുള്ള നമ്മുടെ ഹിന്ദു സമൂഹത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന എപ്പിസോഡുകളാണ്. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഹിന്ദു സമൂഹത്തിനെ തെറ്റായ ധാരണയോടെ കൂടെ കൊണ്ടുപോവുകയും ലോകത്തില്ലാത്ത തന്ത്രമാണെന്നും പറഞ്ഞും ലോകത്തുള്ള ആചാര്യ സംവാദമാണെന്നും പറഞ്ഞും, അതുപോലെ തന്നെ ഇന്നും എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ എന്താണ് ഈ വ്യാഴമാറ്റം പുറകോട്ട് ചിന്തിക്കാനെന്നുള്ളത്. ഞാൻ പറഞ്ഞു അത് അവൻ്റെ പിതാവിൻ്റെ കണക്കായിരിക്കും. ആ ഒരു വ്യാഴവട്ടക്കാലം എന്നൊക്കെ പറഞ്ഞില്ലേ എന്ന് പറയുന്ന പോലെ അവൻ്റെ പിതാവിൻ്റെ വല്ല കണക്കായിരിക്കും. പക്ഷേങ്കിൽ ഈ ആളിനെ പഠിപ്പിച്ച ഗുരു പോലും ഒരു രാശിയും ഇറക്കി ചിന്തിച്ചിട്ടില്ല. അദ്ദേഹത്തിന് പൂജയോ അറിയത്തില്ലായിരുന്നു. പിന്നെ മലബാർ സമ്പ്രദായത്തിൽ വിളക്ക് കത്തിയിൽ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇന്ന് പല ആൾക്കാർ എന്നെ വാട്സപ്പിൽ എന്നെ അറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാർ ചോദിച്ചു, ഈ എലിസ്വാമിയുടെ അല്ലെ വെടിസ്വാമിയുടെ ഷെഡിൻ്റെ കാര്യമോ അതോ എന്താണ് എലിസ്വാമി എന്നെയും എൻ്റെ ഫാമിലിയുമുള്ള തമ്പ് ലൈൻ നിർത്തിയതും അതുപോലെ തന്നെ സാറിനെ കുറിച്ച് പറയാത്തതും എന്താണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അറിയാൻ വയ്യാത്ത നമ്പറുകളൊക്കെ ആയതുകൊണ്ട് വാട്സപ്പിൽ വന്നതുകൊണ്ട് ചില ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയം കാണില്ലല്ലോ. പക്ഷെ ചില അവരോടൊക്കെ പറഞ്ഞു അറിയില്ല, എന്തെങ്കിലും ഭഗവാനായിട്ട് എന്തെങ്കിലും സംഭവിപ്പിച്ച് കാണും, അതാണെന്ന് പറഞ്ഞു. അല്ല സാർ ഇടയ്ക്ക് ന്യായാധിപൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ,
അത് ഞാൻ സൂക്ഷ്മമായിട്ടൊന്ന് പറഞ്ഞ് നിങ്ങളെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾ നേരിട്ട് അവരോട് ചോദിക്കുക എന്താണ് സംഭവമെന്ന്. അപ്പോൾ പലരും പറഞ്ഞു അത് എന്താണെന്നൊന്ന് വ്യക്തമാക്കി തരാമോ എന്ന്. അപ്പോൾ ഞാനതിന് മറുപടിയായിട്ട് മറ്റു കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇവൻ്റെ ശിങ്കിടികളാണെങ്കിലോ എന്നും സംശയാസ്പദമുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇവനെ ഫോളോ ചെയ്യുന്നവരാണോ ഒന്നും നമുക്ക് സംശയാസ്പദമുണ്ട്. വ്യക്തമായ ധാരണയും ഇന്നാരാന്ന് പറഞ്ഞ് വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കുന്ന ആളാണ്. മാന്യമായിട്ട് സംസാരിക്കുകയും ചെയ്യും. ഇവൻ്റെ കൂട്ടുള്ള അണ്ട രീതിയിലുള്ളതോ ഊളത്തരോ അല്ല പറയുക. ഒരു ജ്യോതിഷന് കഴിവിൻ്റെ പരമാവധിയിലുള്ള രീതിയിലാണ് സംസാരവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്. അതെല്ലാവരും അവരുടെ എത്തിക്സിലുള്ളതാണ്. എല്ലാ ആൾക്കാർക്കും പലവിധ അന്തസ്സില്ലാത്ത വർത്തമാനം പറയാനും അല്ലെങ്കിൽ അസഭ്യമായിട്ടുള്ള വർത്തമാനം പറയാനും തെറികൾ പറയാനും എല്ലാവർക്കും അറിയാം. പക്ഷേ അത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആരെയും ഒന്നും വിളിക്കാത്തതും എടുക്കാത്തതും ഒക്കെ. അപ്പോൾ ഞാൻ മറ്റൊരാൾ വിളിച്ചോ പറഞ്ഞു ന്യായാധിപൻ. ഞാൻ പറഞ്ഞു ന്യായാധിപൻ്റെ അടുക്കൽ ക്ഷമ പറഞ്ഞ് കാണുമായിരിക്കാം. ക്ഷമ പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ആ അവസ്ഥയിൽ പെടുത്തിയതും അവൻ തന്നെയാണ്. ചുമ്മാതിരുന്ന ആളിനെ ചുണ്ണാമ്പിട്ട് കൊടുത്തത് അവൻ തന്നെയാണെന്നും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മാന്യമായിട്ട് സംസാരിച്ചു. അങ്ങനെ തന്നെ വേണം, ബാക്കിയുള്ളതൂടെ എന്താണെന്ന് വെച്ചാൽ എല്ലാ പിന്തുണയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാട്സപ്പിൽ വെച്ചത്. അങ്ങനെ സുഹൃത്തുക്കളെ, നിങ്ങളറിയുക ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലെ ഹൈന്ദവ സമൂഹത്തിനും അതുപോലെ ജ്യോതിഷ വിശ്വാസികൾക്കും താന്ത്രിക താന്ത്രിക ചെയ്യുന്ന ആൾക്കാർക്കും അല്ലെ തന്ത്രത്തെ ഉപാസനാശക്തിയായിട്ട് കൊണ്ടു നടക്കുന്നവർക്കും വേണ്ടിയൊക്കെയാണ് നമ്മളിത് അതിൽ വിശ്വാസം പുലർത്തുന്നതായിട്ടുള്ള ആൾക്കാർക്ക് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഇതൊരു തട്ടിപ്പ് കേന്ദ്രമാണെന്നും ഒരു തട്ടിപ്പ് ഷെഡാണെന്നും ഒക്കെ നിങ്ങളെ വിളിച്ചറിയിക്കാൻ വേണ്ടി അവൻ്റെ വീഡിയോകളൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ യൂട്യൂബിൽ നിന്ന് പോയതല്ല എൻ്റെ ചാനൽ. അവൻ തന്നെ അവൻ്റെ കൂടെ നിൽക്കുന്ന കുറേ ഊള സ്ത്രീകളും ഊള ആണുങ്ങളും കൂടിയാണ് എൻ്റെ ചാനൽ പൂട്ടിച്ചത്. അതിലെനിക്ക് വ്യക്തമായ ധാരണയുണ്ട് പൂട്ടിക്കുമോ എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു വീഡിയോ ചെയ്യാതെ ഇവൻ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പിറ്റേ ദിവസം ഉഡായിപ്പിൻ്റെ ഉസ്താദാണ് ഇവൻ. കള്ളൻ എന്ന് പറഞ്ഞാൽ നക്ക് വളച്ചാൽ നുണ പറയുന്നതായിട്ടുള്ളൊരു വ്യക്തി. കേരളത്തിൽ ആർക്കും വേണ്ടാത്തൊരു വ്യക്തി, ആരും ഒരു തന്ത്രിയെന്നോ മറ്റു കാര്യങ്ങളിലോ അംഗീകരിക്കാത്ത വ്യക്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവൻ എന്തിന് ലൈവിൽ വരുന്നു? ഇവന് ലൈവിൽ വന്ന് ഗുരുദേവനെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും ജാതി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ സ്പർദ്ധ ചെലുത്തി NSS നായരിങ്ങനാണെന്നും ഈഴവരിങ്ങനാണെന്നും അവിടെ കുത്തിയതാണെന്നും ഇവിടെ കുത്തിയതാണെന്നൊക്കെ പറഞ്ഞ് ഈ ലൈവിൽ വരുന്നതിൻ്റെ കാരണം അതാ. എന്താണ് ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത്? ഇവൻ്റെ കുറേ കമൻറ്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അതിൻ്റെ കൂടെ ഉടനെ വരും. അത് പ്രതീക്ഷിച്ചിരിക്കുക. കാരണം കുറേ സ്ത്രീകളുണ്ട്, 3ഉം 4ഉം. ഞാൻ പലവട്ടം ഇത് പറഞ്ഞു കഴിഞ്ഞതാണ്. അത് വരുമ്പോൾ നിങ്ങൾ പഠിച്ചുകൊള്ളും. ഭഗവാൻ തരുമ്പോൾ നിങ്ങൾ പഠിച്ചോളൂ. ഇതൊന്നും ഞാൻ തരുന്നതല്ല. ഭഗവാൻ ശ്രീ അയ്യപ്പനായിട്ട് അല്ലെ ശബരിമല ശാസ്താവായിട്ട് നമുക്ക് കാണിച്ചു തരുന്നിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഈശ്വരാധീനത്തിൻ്റെ പങ്കാണ് എനിക്ക് കിട്ടുന്നത്. കാരണം എൻ്റെ ഒരു യൂട്യൂബ് പോയാലോ 3-4 എണ്ണം കിടപ്പുണ്ട്. ഞാൻ ഏതിലെങ്കിലും കയറി വരുമെന്ന് നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങളോടൊക്കെ ഞാൻ ഈ എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ലൈക്കോ കമൻറ്റോ അല്ല കമൻറ്റ് വേണ്ട, ഒരു ഹൈപ്പോ ലൈക്കോ തന്നു കഴിഞ്ഞാൽ ചാനൽ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവില്ല. അപ്പോൾ ഞാൻ പലവട്ടം പറഞ്ഞപ്പോഴും ആർക്കും അതൊരു ഇത് കാണാനുള്ള വികൃതിയോ മറ്റു കാര്യമല്ലാതെ ഒരു ലൈക്കോ മനസ്സാക്ഷിയുടെ അംഗീകാരത്തിൽ അല്ലെങ്കിൽ ഇത് സത്യമാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. അതും നിങ്ങളും പ്രേക്ഷകരും ചിലർക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കാം, ചിലർക്ക് പിന്നെ ചില സംശയങ്ങളുണ്ട്. ലൈക്ക് ചെയ്ത ഉടനെ ഞങ്ങൾ അറിയുമ്പോൾ ആരാണ് എന്നാണ്, അങ്ങനൊന്നുമില്ല. ഒരു യൂട്യൂബിൻ്റെ ആൾക്കാർ ലൈക്ക് ചെയ്യുന്ന ഒരാളെ ഒന്ന് പറയുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ അവരെ എടുത്ത് വിളിക്കുകയോ അങ്ങനെയുള്ളതൊന്നും ചെയ്യില്ല. അത് ഒരു പൊതു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവൻ വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ കൂറ കുത്താൻ വന്ന് ഈ സ്ഥലത്ത് വന്നിട്ട് മലയപ്പൻ എന്നും പറഞ്ഞിട്ട് ഒരു ചേരയഴയുന്ന മംഗലത്ത് ഒരു ചേരാമംഗലത്ത് വന്ന് ഷെഡ് കെട്ടി ജനങ്ങളെ തട്ടിപ്പിക്കുകയാണ്. അതും അവൻ്റെ വീടിൽ നിന്നും 2-3 മണിക്കൂർ സഞ്ചരിച്ച് വരുന്ന അതായിട്ടുള്ളിടത്ത് അതും വെറും ഓട്ടുകല്ലുകളും അതുപോലെ പാണ്ടിയിൽ നിന്നും വന്ന് ചെക്ക് പോസ്റ്റിൽ പിടിച്ച് 1-2 ആഴ്ചയോളം പോലീസുകാർ പിടിച്ചു വച്ചതിന് ശേഷം
അത് വെറുതെ കൊണ്ട് ഒരു അഭിഷേകമോ ഒരു കലശമോ കിട്ടാതെ വെറും അരക്കം സിമെൻറ്റും കൊണ്ടിട്ട് പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠ. ഇതൊക്കെ മറുനാടനും മറ്റുള്ള ചാനലുകാരും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പൊട്ട പാട്ടുകളുണ്ടാക്കി നിങ്ങളെ പറ്റിക്കുന്നു. ഇന്ന് തന്നെ ഒരു പാട്ട് കേട്ടിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ പറഞ്ഞു, എന്തുവാ, ആ പെണ്ണെ വല കിളിക്കണ പെണ്ണെ. ഇതെന്തോ സുഹൃത്തെ, ഭക്തിഗാനമാണോ? വളയെന്താ കിളിക്കാത്ത, ഹാ പെണ്ണെ ചിരിക്കാത്തത് എന്താണ് പെണ്ണെ? പിന്നെ ഹാ പെണ്ണെ നിൻ്റെ അരിഞ്ഞാണം എന്ത് കിലുങ്ങാത്ത പെണ്ണെ? ഹാ പെണ്ണെ എൻ്റെ കൊലിസ് എന്തോ കിണുങ്ങാത്ത പെണ്ണെ. ഇതെന്തോ സുഹൃത്തെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഹേ രംബ ഗണപതി, ഹേ രംബ ഭക്തിഗാനമാണ്. എന്നിട്ട് ഭജന ഭയങ്കര ഭക്തിയാണെന്നാണ് പറയുന്നത്. ഒരു ഗണപതി ഒരുക്കോ ഒരു നിലവിളക്ക് പോലും വെക്കാതെ തുള്ളിച്ചാടുവാണ്. ബ്രേക്ക് ഡാൻസ് പോലെ തുള്ളിച്ചാടുന്നു. അതിന് കിണുങ്ങാനായിട്ട് കുറേ നികൃഷ്ട സ്ത്രീകളെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇവൻ്റെ കൂടെ നിൽക്കുന്നതൊന്നും SNDPക്കാരോ മറ്റോ ഒന്നുമില്ല. പഴയ കാലത്ത് SNDPയിൽ മാർഗം കൂടാൻ വന്ന, അത് ക്രിസ്ത്യാനിയിൽ നിന്നും മാർഗം കൂടിയതുമൊക്കെ ആയിട്ടുള്ള ആൾക്കാർ SNDPയുടെ ഇതിൽ നിന്നും കട്ടും മോട്ടിച്ചും വന്നിട്ടുള്ള ആൾക്കാർ. അമ്പലം വിഴുങ്ങി തന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. നല്ല സുന്ദരമായിട്ട് ഒരു അമ്പലം വിഴുങ്ങിയിട്ട് വന്ന് ഖദറും തോർത്തും ഒക്കെ ഇട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു പ്രഗത്ഭനാണെന്നൊക്കെ പറഞ്ഞ് ഏതോ ഒരു കുറ്റിച്ചൂല് അവൻ എന്ത് കാണിച്ചാലും നടക്കുമെന്നാണ് അവൻ്റെ വിചാരം. പക്ഷേ ആ പണി അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവനിന്ന് മനസ്സിലായിട്ടുണ്ട് എന്താണെന്നുള്ള കാര്യം. അവനോ അവൻ്റെ കുരുവിനും, ഈ റബ്ബറും കുരുവിനും മനസ്സിലായിട്ടുണ്ട് അവിടുത്തെ വൃത്തികേടുകളും അവിടുത്തെ ആഭാസതരങ്ങളും മദ്യപാനങ്ങളും ഒക്കെ വിളിച്ചു പറഞ്ഞ് ചൂണ്ടിക്കാണി ഒരു ക്ഷേത്രത്തിൽ നടക്കേണ്ടതാണോ? ഒരു ലൈവിൽ ഒരാൾ പറയുക, നീ ഇങ്ങോട്ട് വാടാ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഫലം തരുവാടാ, മലയപ്പൻ ഫലം തരും, മലയൽപ്പൻ അത് ചെയ്ത് കളയും. അതുപോലെ തന്നെ അവിടുന്ന് പോകുന്നവരെ എവിടെ പോയാലും ഒരു സൈക്കിൾ മുട്ടിയാലോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഒരു തൊട്ടി കിണറ്റിൽ വീണിട്ട് പോയാലോ അല്ലെങ്കിൽ ഒരു ബസ് ട്രാൻസ്പോർട്ട് ബസ് കിട്ടിയില്ലെങ്കിലോ ഉടനെ പറയുന്നത് അപ്പൻ കൊടുത്തതാണ്. ഏത് അപ്പനാണ് അവിടെ ഇരിക്കുന്നത്? ഈ 26 ക്ഷേത്രങ്ങൾ വെക്കാൻ എന്ത് അർഹതയാണ് ഇവനുള്ളത്? ഏത് രീതിയിലുള്ള കണക്കും പ്രകാരമാണ് അവിടെ വെച്ചിരിക്കുന്നത്? കൊടിമരമില്ലാത്ത ക്ഷേത്രത്തെ എന്ത് ചെയ്യുന്നു? മഹാക്ഷേത്രമാണെന്ന് പറയുന്നു. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹോളോ വൃക്ഷയിൽ ക്ഷേത്രം പണിത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സാധാരണ മണ്ണിട്ട് നിറച്ച് അരക്കും സിമെൻറ്റ് വിട്ട് ഉറപ്പിച്ച പാണ്ഡ്യ വിഗ്രഹങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത്ഭുത ക്ഷേത്രമാണ്, നിങ്ങളൊന്ന് പോയി കാണണം. എന്നിട്ട് അങ്ങോട്ട് വിളിക്കുകയാണ്. എന്നിട്ട് ആഭിചാരക്കാരനെ കൊണ്ട്, കൂത്താട്ടുകുളത്തുള്ള വ്യക്തമായിട്ടാണ് പറയുന്നത്, ആഭിചാരക്കാരനെ കൊണ്ട് ലക്ഷങ്ങൾ മുടക്കി ഭസ്മവും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ ഏജൻറ്റുമാർ ഓരോ വീടാന്തരം യോഗങ്ങൾ വെച്ച്, അതാണ് ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ വരെ ഒരു ഗുണവും ഇല്ലാതെ പോട്ടെ. അവൻ്റെ പൂജയ്ക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിന് ഗുണമുണ്ടെങ്കിൽ ഒരുപാട് പൂജകൾ നമ്മൾ കാണിച്ചു. ജ്യോതിഷം പറയാനായിട്ട് അവൻ തന്നെ ജ്യോതിഷം പറഞ്ഞത് ഫലമില്ലാത്ത കാര്യം, ശരത്ചന്ദ്രൻ്റെ കാര്യം ഞാൻ കാണിച്ചു. അങ്ങനെ യഥേഷ്ട സാധനങ്ങൾ അവനോട് ചോദിച്ചിട്ട് അവനതിന് മറുപടിയില്ല. പക്ഷേ പുതിയ തന്ത്രം പ്രയോഗിച്ച് നുണകൾ പറഞ്ഞിട്ട് നിങ്ങളെയൊക്കെ അവിടെ കൊണ്ടുചെല്ലാനും ബസ് ഫ്രീ ആണെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് സുഹൃത്തെ ബസ് ഫ്രീ ആകുന്നത്? 1000 രൂപ വെച്ച് മേടിച്ചിട്ട് നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഭസ്മവും കൂടെ നിങ്ങളുടെ കയ്യിൽ തരുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് 1000 മേടിച്ചിട്ട് 47 സീറ്റാണ് സാധാരണഗതിയിൽ ഓരോ ട്രാവലറിനുള്ളത്. അത് 47,000 രൂപ മേടിക്കുന്നു. ആ 47,000 12,000 രൂപ ബസ്സുകാരന് കൊടുക്കുന്നു. ബാക്കി മൊത്തം കമ്മീഷനാണ് കൊണ്ടുവരുന്ന ആൾക്കാർക്ക്. ഒരു പൂജ നടത്തിയാൽ അവിടെ കമ്മീഷനാണ്. സീനിയോറിറ്റി അനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് കമ്മീഷൻ കൊടുക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാവും. അത് ഇന്ന് വേറൊരു രസം കേൾക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ്റെ ഏതോ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അതിൻ്റെ അടിയിലൊരു കമൻറ്റ് വന്നിരിക്കുകയാണ്. എന്താണെന്നറിയോ? ചിരിച്ചു വാശക്കെട്ടു. ഈ പാവങ്ങളെ പറ്റിക്കുന്നവർ അനുഭവിക്കണമെന്ന്. നീയൊക്കെ പിന്നെ എന്തോ ഊളത്തരം കാണിച്ചിട്ടാണ് പാവങ്ങളെ പറ്റിക്കുമല്ലോ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. കർമ്മം അറിയാതെ കർമ്മം ചെയ്യുന്നു, ഗണപതി ഹോമം അറിയാതെ ഗണപതി ഹോമം ചെയ്യുന്നു, വീട്ടുകാരുടെ വീട്ടിൽ പോയി തട്ടിക്കുന്നു, അവിടുന്ന് മീനും പിന്നെ ഇറച്ചിയും കൂടി ചോറുണ്ടുന്നു. ഇതൊക്കെ ഏത് സഭ്യമായ രീതിയിലുള്ള ഒരു ക്ഷേത്രത്തിൽ നടക്കുന്നതാണെന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ കപ്പയിറച്ചി മീനും കൂട്ടിയിട്ട് അതിനകത്ത് കയറുന്നു. അതുപോലെ തന്നെ അവൻ അർശസ് ഉണ്ടായിട്ട് ഗുരുദേവനെ കുറ്റം പറയുന്നു, അജീർണമാണെന്ന്. അജീർണം വയറ്റിളക്കമാണെന്ന് ആരും കേട്ടിട്ടില്ല, ഒരു ഡോക്ടർമാരും കേട്ടിട്ടില്ല. എടാ, ഇന്ന് കേരളത്തിലുള്ള എല്ലാ പൊതുജനങ്ങളും വിദ്യാസമ്പന്നരാണ്. എന്നിട്ട് പിന്നെ ആ പേരമംഗലത്തെ അങ്ങനെ ഒരു ഐതിഹ്യമേ അവിടില്ല. അവിടെ ഒരു തോമസ് എന്ന് പറയുന്ന ഒരാളിൻ്റെ സ്ഥലം മേടിച്ചിട്ട് തട്ടിപ്പ് നടത്തുന്നു എന്ന് മാത്രമല്ലാതെ മണി ചെയിൻ മോഡൽ തട്ടിപ്പ്, ഭൂമാഫിയ, അതുപോലെ തന്നെ വാസ്തു നോക്കിപ്പോയേക്കരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. വാസ്തു നോക്കിയാലും അതുപോലെ പിതൃവിനെ ഇരുത്തുക എന്ന് പറഞ്ഞാൽ ഭയാനക തട്ടിപ്പാണത്. നിങ്ങളുടെ ഇന്നും കുറച്ച് കൈസ അടിച്ചു മാറണം. അത് കഴിഞ്ഞിട്ട് 3 ദിവസം അടുപ്പിച്ച് ആവാഹന പൂജ. നിങ്ങൾക്ക് ഈ 3 ദിവസം അടുപ്പിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും വൈകിട്ട് തൊട്ട് വെളുപ്പാങ്കാലം വരെ മന്ത്രം അനുസരിച്ച് അവിടെ ആവാഹിക്കുന്നുണ്ടോ? ഉച്ച അടിക്കാൻ പോലും അവനറിയില്ല.
ഇപ്പോഴാ ഉച്ചാരണം കിട്ടുന്നതെന്ന് പറയുന്നു. ഉച്ചാരണം എന്താണെന്ന് അറിയത്തില്ല, ആ ഭാഷ എന്താണെന്ന് അറിയത്തില്ല. ഇന്നും അവൻ്റെ സംസാരം കേട്ടിയാൽ പാണ്ഡ്യയുടെ പഴമെന്ന് പറയുന്ന പളമെന്നാണ് അവൻ. നിങ്ങളെ ശ്രദ്ധിച്ചു നോക്കുക. ഇന്ന് വേറെ തന്നെ ഫലം എന്ന് പറയുന്നത് ഭാലം ഭാലം ഭാലം, അക്ഷരസ്ഫുടതയില്ലാത്ത ഒരാൾ. അതുപോലെ തന്നെ കെട്ട് കഥകൾ മനച്ചിട്ട് അതിനകത്ത് അർജുനപത്രി ചൊല്ലിയിട്ട് ഇത് മന്ത്രമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഏകദന്തം മഹാകായം ഗായത്രി ഛന്ദസ്സിൽ ചിട്ടപ്പെടുത്തിരിച്ച് വെച്ചിരിക്കുന്നതായിട്ടുള്ള സാധനം എടുത്തിട്ട് അക്ഷരസ്ഫുടതയില്ലാതെ പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഗണപതിയുടെ പല പദ്യങ്ങളും ഇവൻ പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ ഒരു മോശ സമ്പ്രദായം അല്ലേ സുഹൃത്തേ? നിങ്ങൾ ഹിന്ദുക്കളെന്ന് ആലോചിച്ച് നോക്കുക. ഈ പറയുന്നതിൽ എന്താണ് വ്യക്തതയുള്ളത്? ഇത് നമ്മൾ പൊട്ട് കളിച്ച് പാവങ്ങളായിട്ടുള്ള ഹിന്ദുക്കളും തന്നെയല്ല, ഇവൻ പിടിക്കുന്നത് മൊത്തം കോളനി മുഖാന്തരമായിട്ടുള്ളതാണ്. പലവട്ടത്തും ഞാനിത് പറഞ്ഞു. എന്നിട്ടും ആ കോളനിക്കാരുടെ വീട്ടിൽ ചെന്ന് സംഘമായിട്ട് രൂപീകരിച്ചിട്ട് ഏതെങ്കിലും ഒരു ഏജൻറ്റ് അവിടെ കൊണ്ട് ഭസ്മം ഓതിയിടുകയാണ്. നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അവിടെ യോഗം നടക്കുമ്പം അതുപോലെ തന്നെ പിന്നെ തൂവാല ജപിച്ചിടുകയാണ്. നിങ്ങൾ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നോക്കുക. അതുപോലെ നാണയം എടുത്ത് നിങ്ങളുടെ ചെടിച്ചട്ടിക്കകത്ത് കുത്തി വെക്കുകയാണ്, ആരും കാണാതിരിക്കാൻ. അതുപോലെ തന്നെ ഒരു ചെറിയ പേപ്പറിൽ സിമെൻറ്റ് കുഴച്ച് വെച്ചിട്ട് ജപിച്ച നാണയം അതിനകത്ത് ഫിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പുരയിടത്തിൽ എവിടെയെങ്കിലും ഇട്ടിട്ട് പോരുവാണ്. ഇതൊക്കെ കേസ് കൊടുത്താലൊന്നും മാറുന്നൊന്നുമല്ല. ഇതിനുള്ള കേസ് കൊടുക്കും, ആഭിചാരത്തിന് കേസില്ല. ഇതൊക്കെ സ്വയം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ഇത് ശരിയോ തെറ്റോ എന്ന്. ഇങ്ങനെയൊക്കെ സമയക്രമം ഇല്ലാതെ തുറക്കുന്ന ഒരു ക്ഷേത്രം എവിടെയുണ്ട്? ഇന്ന് കേരളത്തിൽ ഐതിഹ്യമുള്ള സമയമില്ലാതെ തുറക്കുന്ന ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓച്ചിറ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? മറ്റൊരു ക്ഷേത്രങ്ങളും ഇല്ല. ഒരു ക്ഷേത്രങ്ങളും ചിട്ടവട്ടം അനുസരിച്ചാണ് പോകുന്നത്. അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന മേൽശാന്തിമാർക്ക് പൈസ പോലും കൊടുക്കുന്നില്ല. ആദ്യം ഒരു 7000 7500 രൂപ വല്ലതും കൊടുക്കും. അതും ഗൂഗിൾ പേയിലല്ല കൊടുക്കുന്നത്, അല്ലെ ചെക്ക് മുഖാന്തരം അല്ല കൊടുക്കുന്നത്, കയ്യിൽ നെറ്റ് കാശാണ് കൊടുക്കുന്നത്. ഗൂഗിൾ പേയിൽ എനിക്ക് കാശ് തരാൻ പറയണം. നാളെ നിങ്ങളെ ഇതുപോലെ വേറൊരു സ്ത്രീയെ ഇപ്പം പറയുന്ന പോലെ നിങ്ങളെ പറഞ്ഞിട്ട് നിങ്ങൾ കാശ് കൊടുക്കാനുണ്ട് അങ്ങോട്ടൊന്ന് ഇവൻ പറഞ്ഞ് കേസ് കൊടുക്കും. ഇവൻ്റെ മെയിൻ തന്ത്രമാണ്. സ്വന്തം പ്രോപ്പർട്ടിയിൽ അതൊരു നിയമമാണ്. സ്വന്തം പ്രോപ്പർട്ടിയിൽ പിന്നെ ഒരു അമ്പലം വെച്ച് അവൻ ആരാധിക്കാം. എന്തെങ്കിലും നമ്മൾക്ക് പൂജ ഫലമില്ലെങ്കിൽ ഇവൻ മുങ്ങുകയാണ് ചെയ്യുക. ഇവൻ പേടിച്ചൂരയുടെ അങ്ങേയറ്റമാണ്. കാരണം പൂജയ്ക്ക് ഫലമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് എന്തോ വിധിക്കാണെന്ന് പറയും. നിങ്ങളല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നില്ലെന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിപ്പാന്ന് പറയും. അതുപോലെ ഇന്നാളിലൊരു ആൾ ഇവന് പൈസയും കൊടുത്തു 1.5 ലക്ഷം രൂപയോളം. പിന്നെ രണ്ടാമത് ബാധ്യത പറഞ്ഞ് 30,000 കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേ പറഞ്ഞു പാൽപ്പായസ ഹോമം നടത്തണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കുറേ തട്ടിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേ ഇയാളുടെ പൈസ ഇല്ലാതായി. ഇയാൾ ചിട്ടി പിരിച്ചു അല്ലാതെയൊക്കെയാണ് കൊണ്ടു കൊടുത്തത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ള ഒറ്റ പദത്തിൽ അവിടെ ചെല്ലുന്നേ. ആര് വന്നാലും രക്ഷപ്പെടും, നിങ്ങൾ ഇങ്ങോട്ട് വാ. അവനെ എങ്ങോട്ടെങ്കിലും ഒന്ന് വിളിച്ച് നല്ല അമ്പലങ്ങളെ കാണിക്കാനൊന്ന് വരാൻ പറഞ്ഞ് വരില്ല. എന്തുകൊണ്ടാണ്? തട്ടിപ്പുള്ളതുകൊണ്ടാണ്. അവനെന്താ ജംഗ്ഷനിൽ പോലും ഇറങ്ങി നിൽക്കാത്ത? നാട്ടുകാരെല്ലാം കൂടെ തല്ലിപ്പൊതുക്കി അടിക്കും. ഇന്ന് അതുമല്ല, വേറൊരു രസം അവൻ പറയുന്നത് കേട്ടില്ലേ? യൗവനത്തിലാര് നോക്കണമെന്നും ബാല്യത്തിലാര് നോക്കണമെന്നും അതുപോലെ തന്നെ യുവത്വത്തിലാര് നോക്കണമെന്നും അന്ത്യത്തിലാര് നോക്കണമെന്നും പറഞ്ഞപ്പോൾ അവൻ തന്തയുടെ കാര്യം പറയുന്നത് കേട്ടു. മാതാവിനെയും പിതാവിനെയാണ് നമ്മൾ ശുശ്രൂഷിക്കേണ്ട ഈ അന്ത്യകാലഘട്ടത്തിൽ നിന്ന് പുത്രന്മാരാണെന്ന് പറഞ്ഞിട്ട് ഇവൻ എത്ര ചെയ്തു എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവൻ്റെ അച്ഛനെ കാല് തല്ലി ഒടിച്ച് SNDPക്കാരെല്ലാം ഓടയിൽ കളഞ്ഞതിന് ശേഷം ആ കാല് മുറിച്ച് കളഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ വൃദ്ധസദനത്തിൽ കിടന്ന്, ഇത് രേഖാമൂലമുള്ള സാധനമാണ്, വൃദ്ധസദനത്തിൽ കിടന്നാണ് മരിച്ചത്. ഇവൻ എത്ര നോക്കി? ഇവൻ്റെ സ്വന്തം സഹോദരൻ കൂടോത്രം ചെയ്തവനാ. അയാളൊരു അമ്പലവുമായിട്ടിരിക്കുന്നത്. അമ്പലമല്ല, ഒരു വീട്ട് വിഗ്രഹം വെച്ചിട്ട് അയാൾക്ക് തുള്ളലാണ്, തുള്ളി പറയുന്ന സംഭവമാണ്. അവിടെ വലിയ ആളും പേരുമൊന്നുമില്ല. ഇവനവിടെ കൂടോത്രം ചെയ്തെന്ന് പറഞ്ഞ് അയാൾ ഇവനുമായിട്ട് ബഹളമാണ്. സഹോദരന്മാരെന്ന് പറയുന്നത് ഒരു സ്നേഹമില്ലാത്ത വെറും കൊട്ടിച്ച് പട്ടിക്ക് താഴ്ന്നയുള്ള പുഴുത്ത പട്ടിക്ക് താഴെയുള്ളതാണ്. നിങ്ങളെ ഓരോരുത്തരെയും ഇറക്കി വിടാതിരുന്നാൽ നിങ്ങളുടെ ഭാഗ്യമല്ല, ഈശ്വരൻ്റെ ഭാഗ്യം. അങ്ങനെ ഉണ്ടെങ്കിൽ ദേവരായനെ ഒന്നും ഒരിക്കലും ഓടുന്ന് ഇറക്കി വിടേണ്ടതല്ല. ദേവരായനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കി. ആ ദേവരായനാണ് സൂത്രത്തിൽ ആ സംഭവം ചെയ്തു. ആ അലക്കലിൻ്റെ മണ്ടയ്ക്ക് കലൂരുന്നോ ആലുവായിന്നോ എങ്ങാണ്ടൊരു ചെറിയ നാഗത്തിൻ്റെ വിഗ്രഹം മേടിച്ചുകൊണ്ട് അവിടെ ഫിറ്റ് ചെയ്ത് വിളക്ക് കത്തിയിരം കൊണ്ട് തുടങ്ങി. നാട്ടുകാരെ ബോധിപ്പിക്കേണ്ടേ സുഹൃത്തേ, ഇവിടെ നാഗത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന്. എന്നിട്ടാണ് അവൻ പറയുന്നത് അവൻ സ്വപ്നം കണ്ടെന്ന്. ഏത് സ്വപ്നത്തിലാണ് ഭഗവാൻ വന്നിട്ട് ഗുരുവേ എന്ന് വിളിക്കുക? ഇവനെ ആരാണ് ഗുരുവേ എന്ന് വിളിക്കുക? ഇവനെ ആരാണ് തന്ത്രി എന്ന് വിളിക്കുക? അല്ല, എന്തിനിവനെ ലൈവ് ചെയ്യുന്നു എന്ന് പറയൂ? ഈ കുറ്റങ്ങൾ പറയാനും SNDP കുറ്റം പറയാനും NSSനെ കുറ്റം പറയാനും വർഗീയത ഉണ്ടാക്കാനോ? അതോ 10 പേരെ രക്ഷിക്കാനാണോ ഇവൻ ചെയ്യുന്നത്? ഒരു കുട്ടിക്ക് ഒരു പഠനത്തിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുക,
അല്ലെങ്കിൽ വേദത്തിലെ എന്തെങ്കിലും എടുത്തിട്ട് പറയുക. അല്ല എങ്കിൽ അവൻ്റെ ഇല്ലാത്ത ശാസ്ത്രത്തെക്കുറിച്ച് പറയുക. അതെങ്ങനെ പറയാനാ? ഇല്ലാത്ത ശാസ്ത്രത്തെക്കുറിച്ച് വല്ലതും പറയാൻ പറ്റുമോ? ആചാര്യ സംവാദം ഒരു ഗൂഗിളിൽ അടിച്ചാലോ ഏത് സാധനത്തിൽ അടിച്ചാലോ ഒരാളോട് ചോദിച്ചാലോ ഈ ലോകമെങ്ങും ഇല്ലാത്ത സാധനമാണ്. അവൻ സ്വയം ഒരു പേരിട്ടിരിക്കുന്നു. കൊല്ലത്തെ സന്തോഷ് കയറി കാളഹസ്തി എന്ന് പറഞ്ഞിട്ടൊരു പേരിട്ടിരിക്കുന്നു. അങ്ങനെ ഒരു പൂജയുമില്ല, അങ്ങനെ ഒരു തെമ്മാടിത്തരവും ഇല്ല. അത് വീണ്ടും വീണ്ടും നിങ്ങളെ കൂടെ പറഞ്ഞ് പറ്റിക്കുകയാണ് നിങ്ങളെ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അവാഖനം എന്ന് പറയുന്നത് പൂർണ്ണ തട്ടിപ്പാണ്. ഭൂമി നോക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഭൂമാഫിയയാണ്. നിങ്ങളുടെ ഭൂമി തിരുവനന്തപുരംകാരെ ഒരാൾ വിളിച്ച റെക്കോർഡ് സഹിതം ഞാൻ എൻ്റെ മൊബൈലിട്ട് ഇതിലിട്ട് തന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവർ പറഞ്ഞു വിപ്പിക്കാനെന്ന്. അവർ പെര വെച്ചതിന് ശേഷം 1.5 ലക്ഷം രൂപ മുടക്കി, 1.5 കോടി, 1.5 ലക്ഷമല്ല 1.5 കോടി രൂപ മുടക്കി പെര വെച്ചതിന് ശേഷം അവർ സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു. അവരും അവരുടെ മകൾ, ഗർഭിണിയായിരിക്കുന്ന മകളും കൂടി ഇവനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവനെ ഒരു പേട്ട് കൈലിയും കൊടുത്ത് വായിക്കകത്ത് ഈർക്കിലിട്ട് കുത്തിക്കൊണ്ട് തന്നെ ഒന്നാമതെ പട്ടികളെ കൂട്ടിരിക്കുന്ന ആയിട്ടുള്ള ഇരുവായ. ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതും ഇവരാണ് എൻ്റെ ചാനലിൽ ഇതിനു വേണ്ടി. അത് എന്തേലും ആട്ടെ, എന്നാലും എനിക്കതിലൊന്നും കുഴപ്പമില്ല. ഈശ്വരൻ വഴിയുണ്ടെങ്കിൽ വഴി കാണിച്ചിട്ടും സത്യമേ വിജയിക്കൂ എന്നുള്ള ഒരു പരമാർത്ഥം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ചാനൽ ഞാൻ വീണ്ടും എടുത്ത് ഇടാൻ കാരണം. വീണ്ടും ഇത് തന്നെ പറയുന്നത്. കാരണം ഹിന്ദുക്കൾ പ്രബുദ്ധരാണ്, ഒരു സംസ്കാരമുള്ള ആൾക്കാരാണ്, സംസ്കാര സമ്പന്നരാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് വേദത്തിൽ നിന്നുമാണ് ജ്യോതിഷം വന്നിരിക്കുന്നതെന്ന്. അതിനകത്ത് ശിക്ഷ, കൽപ്പം, മറ്റു കാര്യങ്ങളൊക്കെയുണ്ട്. അതൊന്നും പഠിക്കാതെ എങ്ങനെ തന്ത്രം പഠിക്കുക? മലവാര പൂജ പോലും അതിന് ശിക്ഷണമുണ്ട്. കുലാർണവ തന്ത്രം പോലും അതിന് ശിക്ഷണമുണ്ട്. മറ്റ് കർമ്മങ്ങൾക്കെല്ലാം ശിക്ഷണമുണ്ട്. ഇതെന്തോ നടുവേറിൽ മാത്രം മേലോട്ടും താഴോട്ടും കാണിച്ചാൽ അത് എന്ത് പൂജയാണ്? എന്ത് മുദ്രയാണ്? എല്ലാ മുദ്രകൾക്കും ഒരു ഡാൻസ് പഠിച്ചാലും ഒരു മോഹിനിയാട്ടം നിങ്ങൾ പഠിച്ചാലും ഞാൻ പഠിച്ചാലും വേറൊരാൾ പഠിച്ചാലും ഏകപതാക, ത്രിപതാക, കർത്തരി മുഖം, പത്മം, ഇതൊക്കെ വരുന്നത് അങ്ങനെയാണ്. ഇപ്പം സംഗീതം ഞാൻ പഠിച്ചാലും നിങ്ങൾ പഠിച്ചാലും രാഗമൊന്നും മാറത്തില്ല. പാടുന്ന സൗണ്ടും മറ്റു കാര്യങ്ങളും ഒക്കെ മാറത്തുള്ളൂ. ഒരു ജ്യോതിഷം പഠിച്ചു കഴിഞ്ഞാൽ ജ്യോതിഷനോ അല്ലെങ്കിൽ തന്ത്രിയോ പറയേണ്ട വാക്കുകളാണോ പറയുക? ഇങ്ങോട്ട് വന്നേരം ഞാൻ കാണിച്ചു തന്നേക്കാം. അപ്പൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അത് കിട്ടി. അതുപോലെ ആളെ തൂങ്ങിയത് അപ്പൻ വിചാരിച്ചത് ഞാൻ വിചാരിച്ചു വസ്തു വേണമെന്ന് വിചാരിച്ചപ്പോൾ ആളെ തൂക്കിക്കൊന്നു. ഈ ചേരയപ്പൻ അനുഗ്രഹം കൊടുത്താണെന്നാണ് പറയുന്നത്. ചേരയപ്പൻ്റെ ഇതാണെന്നാണ് പറയുന്നത്. ഈയിടെ അവൻ പറയുന്നത് കേട്ടു വേറെ ആരാണ്ട് ആശുപത്രി കിടന്നതിന് ചേരയപ്പൻ കൊടുത്തതാ, അവൻ്റെ ഷെഡിനെ കുറിച്ച് പറഞ്ഞതിന് പേരയപ്പൻ കൊടുത്താണ്. ഇതൊക്കെ തട്ടിപ്പീരാണ് സുഹൃത്തെ. നിങ്ങളെ ബീഭത്സമായിട്ട് തന്നെ, എന്തിനു പറയുന്നു, ബീഭത്സമായിട്ട് നിങ്ങളെ തട്ടിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ച്, അതാണ് ഇവൻ്റെ വിദ്യ. നിങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അതുപോലെ മൂവാറ്റുപുഴയുള്ള വേറൊരാളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രശ്നം വെച്ച് നോക്കിക്കഴിഞ്ഞ് വാസ്തു നോക്കിയില്ല എങ്കിൽ നിങ്ങളുടെ കുടുംബം മൊത്തം താറുമാറായി പോവും. നിങ്ങളുടെ മക്കൾക്ക് മറ്റേത് വരും, അത് വരും, ഇത് വരും. ഏത് തള്ളയും ചിലപ്പോൾ ഒന്ന് പേടിച്ചു പോവും മറ്റൊരാളുടെ വാക്കിൽ നിന്ന്. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസ്യതയാണ്. മറ്റൊരാൾ പറയുന്നതിനേക്കാൾ കൂടുതൽ അംഗീകരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ സമ്പ്രദായത്തിലുള്ളതും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ ഹൈന്ദവ മതത്തിൻ്റെ പ്രത്യേകതയും. ഒരാൾ പറഞ്ഞത് രക്ഷപ്പെടാനെന്ന് പറഞ്ഞാൽ ചിലത് ചെയ്തങ്ങ് നോക്കും. അത് നന്മയാണോ തിന്മയാണോ എന്നറിയത്തില്ല. അങ്ങനെയുള്ള പാവപ്പെട്ട സനാതന ധർമ്മത്തോടു കൂടി ജീവിക്കുന്നതുകൊണ്ടാണ് ആ മൈൻഡ് ഉണ്ടാകുന്നത്. എന്നാൽ ഒരു ക്രിസ്തീയ ആൾക്കാരെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാൻ പറ്റുമോ? അതോ ഈയിടെ ക്രിസ്ത്യാനികളെക്കുറിച്ച് കുറ്റം പറയുന്നു. മുഹമ്മദ് ഇവൻ ആരാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പുഴു എന്ന് പറയുന്ന ഒരുത്തൻ പാണ്ടിയിൽ നിന്ന് ഇവിടെ കയറി വന്നിട്ട് 2 മുറിയിൽ ഷെഡ് വെച്ചിട്ട് കടത്തിൽ മുങ്ങി അണ്ടിക്കച്ചവടവും മുളകൊടി കച്ചവടവും ചിന്നവീടും നടത്തി പെണ്ണും പിടിച്ച് നടന്നവൻ ഇവൻ ആരാണ്? നിങ്ങൾ പറയൂ. എന്ത് യോഗ്യതയാണ് ഇവന് പുസ്തകം എഴുതാനുള്ളത്? നിങ്ങൾ ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കൂ. കാർക്കിച്ച് തുപ്പത്തേ ഉള്ളൂ. എന്തൊക്കെ വൃത്തികേടുകൾ എഴുതി വെച്ചിരിക്കുന്നത്. കുമാരനാശൻ ഗണകനാണ്. അവനതിൻ്റെ തെളിവ് കൊണ്ടുവരട്ടെ. ഞങ്ങൾ ആരും ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. ആരും കുമാരനാശൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ മാതാ അമൃതാനന്ദമയി ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ഈ മാതാ അമൃതാനന്ദമയി ഇന്ന് നിശേഷിക്കുക. അത് തന്നെയല്ല, ഒരു മരണപ്പെട്ട ഒരാൾ, അതോ സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും മേടിച്ച നല്ലൊരു കലാകാരനെക്കുറിച്ച് പറയുന്ന വിഡ്ഢിത്തരങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഇവൻ്റെ കരണക്കുറ്റി നോക്കി അടിക്കല്ലേ വേണ്ടിയത്. അമൃതാനന്ദമതി നീ എന്ത് കൊടുത്തു എന്ന് പറ ഫലം. നീ ഏതൊരാളെ ഫലം കൊടുത്തിട്ടുണ്ടെന്ന് പറ. നീ എണ്ണപ്രകാശനെ കൊന്നത് എന്തിനെ? എണ്ണപ്രകാശന് 58 ലക്ഷം രൂപ പറ്റിച്ചിട്ട് പൂജ നടത്തിയിട്ട് എണ്ണപ്രകാശൻ മരിച്ചുപോയി. എണ്ണപ്രകാശൻ്റെ ഭാര്യ മരിച്ചുപോയി. രണ്ടാമത് എണ്ണപ്രകാശൻ്റെ മകൾ മരിച്ചുപോയി. എന്തുകൊണ്ടാണ് നീ ഫലം കൊടുക്കാഞ്ഞേ? ഇങ്ങനെ ഓരോരുത്തരും നിൻ്റെ ഓരോ വിഷയങ്ങളും എടുത്തിട്ട് വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ നീയൊക്കെ കരിഞ്ഞു പോടേ.
ഒരു ഈശ്വര ബന്ധമില്ലാത്ത രീതിയിലുള്ള തട്ടിപ്പാണ് ഈ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഒരു ഉളുപ്പും ഇല്ലാത്ത ആ സ്ത്രീകൾ, എന്നുവെച്ചാൽ പിതൃത്വമില്ലാത്ത സ്ത്രീകൾ. ഒരു നല്ല അച്ഛൻ്റെയോ അമ്മയുടെയോ മക്കളായിട്ട് ജനിച്ചിരുന്നെങ്കിൽ ഇതൊന്നും വരത്തില്ല, ഇങ്ങനെ തട്ടിപ്പിക്കത്തുമില്ല. ബസ്സിൽ ആൾക്കാരെ കയറ്റി കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരുന്നവർക്ക് ഇവനെ ഒരു 10 മില്ലിഗ്രാമിൻ്റെ അങ്ങോട്ട് താലി കെട്ടി കൊടുക്കുക. ഇതൊക്കെ എവിടെ സുഹൃത്തുക്കൾ നടക്കുന്നത്? കമ്മീഷൻ വ്യവസ്ഥയിൽ ശബരിമല അമ്പലത്തിൽ ആരെങ്കിലും കമ്മീഷൻ വ്യവസ്ഥ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? ശബരിമല അമ്പലത്തിലൊരു തന്ത്രി പോലും എന്തൊക്കെ വിഷയത്തിൽ പെട്ടെങ്കിലും അയാൾ ഇങ്ങനെയുള്ള മോശം സംസാരിച്ചിട്ടുണ്ടോ? ഗുരുവായൂർ അമ്പലത്തിലെ തന്ത്രി മോശം സംസാരിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവൻ മാത്രം പറയുന്നത് ഇവൻ സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത്. സ്വപ്നം കണ്ടെടുത്ത് ഗുരുവെന്ന് എങ്ങനെയാണ് വിളിക്കുന്നത്? ഒരു ഭഗവാൻ കയറി ഇവനെ ഗുരു എന്ന് വിളിക്കാൻ ഇവൻ ആരാണ്? ഇവൻ ബ്രഹ്മാവോ? അതോ വിശ്വാമിത്രനോ? അതോ പരാശര മുനിയോ? ഒരു 4 പോത്തിൻ്റെ വിവരം പോലും ഇല്ലാത്ത അണ്ണാക്കം പൊളിച്ച് 8:30 തനത് ശൈലിയിൽ വന്നിട്ട് പിന്നെ പഠിപ്പുരക്കകത്തിരുന്ന്, അല്ല പഠിപ്പുര എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഷെഡിലിരുന്ന് കുരയ്ക്കുന്നു. കുറേ മേക്കപ്പും ചെയ്ത് ഗ്ലൂറ്റാത്തി ആ സാധനം ഏതാണ്ട് കുത്തി വെച്ചിട്ട് ഇന്നും പറയുന്നതായിട്ട് അവൻ ബ്രാഹ്മണനാണെന്ന്. അത് ബ്രഹ്മം ചെയ്യുന്നവനാ ബ്രാഹ്മണൻ, പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നവനല്ലടാ ബ്രാഹ്മണൻ. നിൻ്റെ ചിന്ന വീടിനെ കുറിച്ച് നീ പറ. നിൻ്റെ വൈഫ് 9 വർഷം പിരിഞ്ഞിരുന്നത് എന്തിനാണെന്ന് പറ. എന്ത് കോപ്രായം കാണിച്ചിട്ടാന്ന് പറ. കോതമംഗലത്ത് ചെറുക്കാൻ പോയതുകൊണ്ടല്ലടാ പറ്റിയത്. അത് അറിയണമെങ്കിൽ ദേവരാനോട് ചോദിക്കണം, ഭാഷയോട് ചോദിക്കണം. ഭാഷയൊക്കെ ഒരുപാട് ഗുണദോഷിക്കാവുന്നതിൻ്റെ മാക്സിമം ഇവനെ ഗുണദോഷിച്ചാ. ഇവനെ ഇങ്ങനൊന്നും അല്ല നിർത്തണ്ടി. ഇവൻ ഗുരു പറയുന്ന പോലെ കുനിച്ചു നിർത്തി ഇവനെ തീ കത്തിച്ചു കൊടുക്കണം ഇവൻ്റെ എടുക്കൽ. അതുപോലെ തന്നെ ഇവനിപ്പം കൂടെ നിൽക്കുന്ന ഈ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നിൽക്കുന്ന ഒരു ആസനമുഖനുണ്ട്, വേറും വൃത്തികെട്ട് ചേർക്കൻ അഴിക്കപ്പായൽ ശാന്തിയുള്ള ദിനേശൻ പറയുന്ന പോലെ എങ്ങാണ്ട് വന്ന വാൽറ്റ് കൂറ്റിക്കകത്തോട്ട് അടിച്ച് കയറ്റി കുറേ വണ്ണവും വെച്ചിട്ട് അവിടെ വന്ന് നിൽക്കുക. ക്രിസ്ത്യാനിയാണ് പോലും. ക്രിസ്ത്യാനിക്ക് എന്തോടെ ഹിന്ദുമതത്തിൽ കാര്യം? നീ അല്ലെങ്കിൽ ഹിന്ദുമതത്തിലോട്ട് ചേരുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൽ ചേരുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയിൽ ചേരണം. നീ ഏത് മതത്തിൽ ചേർന്നാ? നീ ഏത് ജാതിയിൽ ചേർന്നാ? ഇന്ന് കേരള സംസ്കാരം എന്ന് വെച്ചാൽ ഹൈന്ദവ രീതിയിലുള്ള സംസ്കാരമാണ്. മാന്യമായിട്ട് ക്രിസ്ത്യാനികൾ അവരുടെ പള്ളിയും അവരുടെ മറ്റു കാര്യങ്ങളും കുർബാനകളും ഒക്കെ നടത്തി ജീവിക്കുന്നു. അതുപോലെ മുഹമ്മദീയർ അവരുടെ മോസ്കും മറ്റു കാര്യങ്ങളും പിന്നെ ആയത്തെക്കുറിച്ച് യാസിനും മറ്റു കാര്യങ്ങളൊക്കെ ഓതി അവർ അന്തസ്സായിട്ട് ജീവിക്കുന്നു. അവരുടെ മതത്തെക്കുറിച്ച് ഒരു കുറ്റവും പറയില്ല. അഥവാ കുറ്റം ഉണ്ടെങ്കിൽ തന്നെ അവർ എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടിയാലോചിച്ച് അതിനുള്ള മാർഗം കണ്ടുപിടിക്കുന്നു. ഇതിനവിടെ വന്നിട്ട് ക്രിസ്ത്യാനികളെ, ഹിന്ദുക്കളെ, മുസ്ലിങ്ങളെ, നിനക്ക് പിന്നെ ആരെയാണ് കാണേണ്ടത്? നിൻ്റെ തന്തെ പോലും നീ കൊണ്ട് പിന്നെ ഗതികേട് സ്ഥലത്ത് വൃദ്ധസ്ഥാനത്തിൽ ഇട്ടിട്ട് മരിച്ചുപോയി. തള്ള 19 കാഞ്ഞുപോയി. ചിന്ന വീട് വെച്ചു. ചിന്ന വീടിൻ്റെ ഫോട്ടോ സഹിതമാണ് ഞാൻ നിനക്ക് തരാം, നിങ്ങൾക്ക് തരാം. അതുപോലെ സിറിലപ്പൻ അവിടെ വന്ന് മോട്ടിച്ചു. അത്രയും മേൽശാന്തിരെ പോയി. ഇപ്പോഴിരിക്കുന്ന മേൽശാന്തിമാർക്കെല്ലാം ബാധ്യമാണ്. അത് തന്നെയല്ല 4-5 അമ്പലങ്ങളാണ് അവിടെ. ഈ പറയുന്നത്, അവന്മാരെ കൊണ്ട് പണിയിക്കാൻ പറ്റാത്ത പണിയാണ് ഇവൻ ചെയ്യിപ്പിക്കുന്നത്. പറഞ്ഞ് മനസ്സിലായില്ലേ? വെറും പഴയ കാലത്ത് നികൃഷ്ട രീതിയിൽ ഈ ചാതുർവർണ്ണയം എന്ന് ഇവൻ പറഞ്ഞു വരുത്തുന്നെങ്കിലും ഇവനാണത് ചെയ്യുന്നത്. ആ ശാന്തിമാരെ എല്ലാം അവിടെ കൊണ്ടുചെന്നിട്ട് എടുക്കാൻ വയ്യാത്ത പണികളാണ്. അവർ ദരിദ്രരായതുകൊണ്ടോ അല്ലെങ്കിൽ വീട് കഴിഞ്ഞ് പോകണമെന്നോ മറ്റൊരു പണി അറിയത്തില്ലെന്നും പറഞ്ഞിട്ടാണ് അവർ കൂടെ നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഇവരെല്ലാം അത്താഴപ്പട്ടിക്കാരും അതുപോലെ തന്നെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയാണ് ഈ വാറ്റ് വലസയൊക്കെ വരുന്നത്. 3-4 പിള്ളേരെ അടിച്ചുണ്ടാക്കി ഇട്ടിട്ടില്ലേ? അതിനെയൊക്കെ നല്ലതായിട്ട് സുരക്ഷിതമായിട്ട് പിന്നെ രക്ഷിക്കാൻ വേണ്ടി. നാണമില്ലാത്തതാണ് അത് വിഷയം. വല്ലവൻ്റെ കൂടെ കണ്ടിട്ട് സ്വന്തം ഭർത്താവിനെ അടിച്ചിറക്കി വിട്ടിട്ട് വേറൊരുത്തൻ്റെ പുറകെ നടന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചതിന് ശേഷം വാടകയ്ക്ക് താമസിക്കുന്നു. ഉടുവസ്ത്രം വരെ അവൻ്റെ കാശിന് മേടിക്കുന്നു. ഈ കൊടകര കുസുമിയൊക്കെ കുസുമത്തിൻ്റെ ആസനം പോലാണ്. കുസുമത്തിനെ കാണണമെങ്കിൽ പിന്നെ അവൻ്റെ ആസനമുഖൻ്റെ ആസനം ഒന്ന് കണ്ടാൽ മതി. കറക്റ്റ് 2 ഒരുപോലെ ഇരിക്കുന്നത്. അതുപോലെ കുറേ നാണമില്ലാത്ത രീതിയിൽ തട്ടിക്കുന്നു. കാരണം പിന്നെ ഫേക്ക് ID കൊണ്ട് വന്നിട്ട് തട്ടിക്കുന്നതിന് നാണമില്ല ഇവനെ ഗുരു എന്ന് വിളിക്കാൻ നിങ്ങൾക്ക്? അതൊരു കണ്ണൂരുകാരൻ ഒരുത്തരുണ്ട്. കണ്ണൂരുകാരൻ മോട്ടർ കളൻ, നിന്ന മോട്ടിക്കുന്നവനാ, നിന്ന കടം മേടിക്കുന്നവനാ, വീട്ടുകാർക്കും അഹിതമായിട്ട് ഇറക്കി വിട്ടവന്. തന്ത വലിയ ജന്മിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഒരിക്കലും ജന്മിയുമല്ല, ഒന്നുമല്ല. അയാൾ ബ്രേക്ക് ഡാൻസ് കളിച്ച് വഴിയോരങ്ങളിൽ നിന്ന് തെണ്ടി കാശുണ്ടാക്കി. ഇപ്പോൾ ഒരു സൈഡ് തളഞ്ഞു കിടക്കുക. അതിന് വായ്ക്കരിയിടാനെങ്കിലും ഒരു നേരത്തെ ആഹാരം കൊടുക്കാനെങ്കിലും നീയൊക്കെ ശ്രമിക്കുക. നീ തട്ടിക്കാതെ.
പൊതുജനങ്ങളെ തട്ടിക്കാതെയും അതുപോലെ സാമാന്യ താഴേക്കിടയിലുള്ള ആൾക്കാരെ തട്ടിക്കാതെയും അന്തസ്സായിട്ട് ജീവിക്കുന്നത് ഒരു മാർഗ്ഗമാണ്. പക്ഷേ നിങ്ങളുടെയൊക്കെ സമയത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സമയ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും നിങ്ങൾ ചെയ്തിരിക്കുന്നതായിട്ടുള്ള പൂർവ്വ പുണ്യസ്യ ദോഷങ്ങളുടെ ഫലമാണ് നിങ്ങൾ ഈ ഷെഡിൽ നിന്ന് വന്ന് കിടക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ശ്മശാന ഭൂമിയിലോ കല്ലറയിലോ നിങ്ങൾക്ക് എന്ത് അധികാരമാണ്? അപ്പോൾ ഈശ്വരൻ കിടത്തുന്നതാണ്, അനുഭവിച്ചോളാൻ പറഞ്ഞു. ഇനിയും വരും നിങ്ങൾ തന്നെ അനുഭവിക്കുക. ഞങ്ങൾക്കാർക്കും ഒന്നും ഉണ്ടാകത്തില്ല. കാരണം അവിടെ പാമ്പ് അല്ലെങ്കിൽ ചേര മംഗലം എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ അവിടെ ഒരു ശക്തിയില്ല. അതുകൊണ്ടാണ് ശക്തിയുള്ള ഒരു ക്ഷേത്രങ്ങളെയും ഞങ്ങൾ മോശം പറഞ്ഞില്ല. ഞങ്ങളാരും ഒരു ഗുരുവായൂരപ്പനെയോ അല്ലെങ്കിൽ ശബരിമല ശാസ്താവിനെയോ മനസ്സ് നിറഞ്ഞ് അവരെ അംഗീകരിക്കുകയും പൂജിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അവിടുത്തെ തന്ത്രിമാരെയോ മേൽശാന്തിമാരെയോ ഒന്നും അല്ല ഞങ്ങൾ പൂജിക്കുന്നത്. ഭഗവാനാണ് പൂജിക്കുക. ആ ഭഗവാന്റെ ചൈതന്യത്തെയാണ് പൂജിക്കുക. മനസ്സിലായില്ലേ? ഒരു മഹാക്ഷേത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ മണ്ണാർ സ്ഥലത്ത് തന്നെയാണെങ്കിലും ഒരു 500 പേരാണ് ചെല്ലുന്നെങ്കിൽ അല്ലെങ്കിൽ 1000 പേര്, ലക്ഷങ്ങളല്ല ചെല്ലുന്നേ. അവരുടെയൊക്കെ അനുഭവ കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ നാറിപ്പോവും. നിനക്കൊരു +2 പാസ്സായതും അല്ലെങ്കിൽ മറ്റേതും എന്തെങ്കിലും കാണിച്ചിട്ട് ഇത് പിന്നെ ശിക്കാരി ശംഭുവിൻ്റെ വെടികൊണ്ടുപോലെ പറയാം. അല്ലാതെ പ്രധാനപ്പെട്ട കാര്യം നിൻ്റെ കൂടെ നിന്ന് ശാന്തിയെ ഒരാളെ ഈ പ്രേക്ഷകരെ നിങ്ങൾ കേൾക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവൻ്റെ കൂടെ നിന്നിരിക്കുന്നതായിട്ടുള്ള ഒരു മേൽശാന്തിയെ വയറിന് അസുഖം വന്നതിന് ശേഷം കുടലിന് ക്യാൻസറായിട്ട് അവനവിടെ പിടിച്ചു നിർത്തി ആശുപത്രി പോകണ്ടെന്ന് ഇവൻ്റെ പ്രശ്നങ്ങൾ 3-4 പ്രശ്നങ്ങളിൽ ഞാൻ ക്ലിപ്പിട്ടിട്ടുണ്ട്. രോഗം വന്ന ആശുപത്രി പോലും ഇവൻ്റെ അടുക്കൽ ചെല്ലാനാണ് പറയുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂരുകാരൻ ഒരുത്തന് ഇവൻ മരുന്ന് കൊടുത്തിട്ട് കൈയെല്ലാം കൂടെ പൊട്ടി കളിഞ്ഞ് അയാൾ എല്ലാവർക്കും ഈ കേസിനും പുറകെ കണത്തിനും പുറകെ നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഇറങ്ങാത്തത്. അവർ അതുപോലെ പ്രാക്കുണ്ട് അവിടെ, ആ മണ്ണിൽ പ്രാക്കുണ്ട്. അത് തന്നെയല്ല ദക്ഷിണായന കാലത്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഗ്രഹത്തിലെ ക്ഷേത്രം പുരോഗമിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്നുമില്ല. ഈ ആഭിചാരം ചെയ്യുന്ന പോലെ പേപ്പർ കത്തുന്ന പോലെ ഒന്ന് കത്തും, ആദ്യം പടയെ നനഞ്ഞു പോവും. പക്ഷെ നല്ല ക്ഷേത്രങ്ങളാണെങ്കിൽ നല്ല 800 ഡിഗ്രി സെൽഷ്യസിൽ കത്തുന്ന വിറക് കത്തുന്ന പോലെ കത്തും. അവൻ പെയ്യെ കത്തുള്ളൂ. ഒരു സമയത്ത് അത് നന്മയുണ്ടാവും. നന്മയുണ്ടായിട്ട് ഷഡാധാരത്തോടു കൂടിയും അല്ലെങ്കിൽ മറ്റു കാര്യത്തിനുമൊക്കെ ഷെഡ് വെച്ചായിരുന്നു കൊള്ളാമായിരുന്നു. അതുപോലെ തട്ടിപ്പ് വോയിസും കൊണ്ടുവന്നു എൻ്റെ അടുക്കിൽ. ഞാൻ ദേവപ്രശ്നം എന്ന് പറഞ്ഞ് ഷായിയൻ പിന്നെ അവൻ്റെ പേരിലുണ്ട്. എല്ലാവരും നമുക്ക് പെയ്യെ കാണാൻ. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് പേരുകളും മറ്റു കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. അവൻ തന്നെ അവൻ്റെ വഴി തന്നെ കുത്തുന്നു, അവൻ്റെ വഴി തന്നെ അടയ്ക്കുന്നു, ഉള്ള ബിസിനസ് എല്ലാം ചെയ്ത് എന്നിട്ട് തള്ളുന്ന് കേൾക്കണം. 2 ഏക്കർ ഭൂമിയുടെ ഏതാക്കാം. പിന്നെ ഇന്നത്തെ ഒരു ഇതിൽ 5000 കോടി രൂപയ്ക്ക് ഇവിടെ ഈ തവളമാക്രി ആരുടെ 5000 കോടി രൂപയ്ക്ക് വിളിക്കുന്നത്? ഇവിടെ ഒരു തന്ത്രിയുടെ സങ്കല്പത്തിലുള്ള നോട്ടം പോലും ഇല്ലോടാ, തന്ത്രിയുടെ ഒരു വാക്കില്ലല്ലോടാ. നിങ്ങളൊക്കെ എന്തുകൊണ്ട് വിചാരിക്കുന്നത് ഒരു തന്ത്രി എന്ന് പറഞ്ഞാൽ തെറി വിളിക്കാവുന്നു? ദേവൻ്റെ അച്ഛനാണെന്ന്. നീ ആരുടെ ദേവൻ്റെ അച്ഛൻ? ഭഗവാൻ കൃഷ്ണൻ്റെ അച്ഛൻ വസുദേവരാ. പറഞ്ഞ് മനസ്സിലായേ? നീയൊന്നുമല്ല. തന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദവി മാത്രം. അല്ലെങ്കിൽ ആര് ആത്മാവിൽ നിന്നും അല്ലെങ്കിൽ ഹൃദയ കമലത്തിൽ നിന്നും എടുക്കുന്നതായിട്ടുള്ള ജീവനെ ആര് അതിനകത്ത് ലയിപ്പിക്കുന്നു അവരാണ് തന്ത്രി. അവിടുത്തെ തന്ത്രി ബഹുമാന്യ ഡോക്ടർ എൽദോസ് തന്നെയാണ്. ഡോക്ടർ ബ്രഹ്മശ്രീ എൽദോസ് എന്ന് പറയണം. നിന്നേക്കാൾ യോഗ്യത ഉള്ളത് അയാളാണ്. കാരണം അയാളാണ് അവിടെ അരക്കും സിമെൻറ്റും വെച്ച് ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അയാളെ പൂവിട്ട് തൊടണം. നിങ്ങൾ അയാളുടെ കാല് പോയി പിടിക്കുക. അയാളുടെ കാലിൽ 2 പുഷ്പം ഇടുവോ കാല് തൊട്ട് വന്ദിക്കുകയോ ചെയ്താൽ 105 വയസ്സുള്ളൊരു തള്ളയെക്കൊണ്ട് അല്ലെങ്കിൽ ഒരു അമ്മയെക്കൊണ്ട് ഒരു മുത്തശ്ശിയെക്കൊണ്ട് കാല് പിടിപ്പിച്ച തീണ്ടിയാണ് ഇവൻ. പൂജ കഴിഞ്ഞിട്ട് എൻ്റെ കാല് പിടിച്ചോളാൻ, എന്നിട്ട് ശിങ്കിടികളോട് പറയും കാല് പിടിച്ചോളാൻ. പിന്നെ എല്ലാവരെ കൊണ്ട് സാറേന്ന് 150-200 കൊടുത്തിട്ട് സാറേന്ന് വിളിപ്പിക്കുക. എല്ലാവരെ കൊണ്ടും പൈസ കൊടുത്തിട്ട് ഗുരുവെന്ന് വിളിപ്പിക്കുക, തന്ത്രിന്ന് വിളിക്കുക. ഇവനൊരു സുപ്രഭാതത്തിൽ ഇവൻ്റെ അയൽവക്കാർ തന്നെ പറഞ്ഞതാണ്, സുപ്രഭാതത്തിൽ വീടിൻ്റെ മുമ്പിൽ ഒരു ബോർഡ് തലേ ദിവസം കണ്ട് എഴുതിക്കൊണ്ട് തന്ത്രി ഇന്ന ആളാണെന്ന് പറഞ്ഞ് വെടിസ്വാമികളെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നു. അത് എലിസ്വാമി. ഒരു വിവര വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു മണ്ണുണ്ണി എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയത് കള്ളമാണ് ഞാൻ പറയുന്നത്. നമ്മൾ എന്ത് സത്യം പറഞ്ഞാലും അവനതിനെ തിരുത്തി നമുക്കിട്ടുള്ള പണി തരാനായിട്ടുള്ള മാർഗ്ഗമാണ്. ഇവൻ ക്രൂക്കഡ് മൈൻഡാണ്. പറഞ്ഞ് മനസ്സിലായില്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പേഴ്സണേ അല്ല ഇവൻ കാളക്കൂട വിഷത്തേക്കാൾ കേരളത്തിലല്ല ഇന്ത്യയിൽ പോലും ഇങ്ങനെ ഒരു വിത്തുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ തല്ലിക്കൊന്ന് ചതച്ച് കൊടുത്ത് തോട്ടിക്കളയണം ജനങ്ങളെല്ലാം കൂടെ, ഹൈന്ദവരെല്ലാം കൂടെ, SNDPക്കാരെല്ലാം കൂടെ, NS-കാരെല്ലാം മറ്റ് സമുദായക്കാരെല്ലാം കൂടെ. നിങ്ങളൊക്കെ സമുദായത്തിലുള്ള പല സമുദായത്തിൽപ്പെടുന്ന ആൾക്കാരും പൂജകളും കർമ്മങ്ങളും ഒക്കെ ക്ഷേത്രങ്ങളിലും ഒക്കെ പോകുന്നതാണല്ലോ. നിങ്ങൾ ആ ക്ഷേത്രങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ടോ? ഇതുപോലെ ഏതെങ്കിലും ഒരു ഇളിഭ്യനായിട്ടുള്ള
പിന്നെ ഒരു അണ്ടയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഇങ്ങനെ പ്രസംഗിക്കുന്നത്? ഇവൻ എന്തിനാണ് ലൈവിൽ വരുന്നത്? ഇവന് കാശ് വേണം, പിറ്റേ ദിവസത്തെ കാശ് പറയണം. അതോ നട്ടും ബോൾട്ട് വിട്ട് ഗണപതി. അവിടെ എവിടെ ഗണപതി അവതാരമാണെന്ന് അവൻ പറയുന്നത്. ഈ ലോകത്തിലെങ്കിലും അങ്ങനെ ഒരു കഥയില്ല. അവതാരം നമ്മുടെ വൈഷ്ണവ പുരാണങ്ങളനുസരിച്ചിട്ട് പിന്നെ മഹാവിഷ്ണുവിന് മാത്രമേ ഉള്ളൂ അവതാരങ്ങളുള്ളത്. ബാക്കിയുള്ള രൂപമാറ്റവും മറ്റു കാര്യങ്ങളുമായിട്ടാണ്. അത് തന്നെയല്ല, മഹാവിഷ്ണു എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അതൊരു തന്ത്രശാസ്ത്രമാണ്. അത് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു സൂചന തരാം. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭദ്രകാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുക? എല്ലാവരും പറയാം ഭദ്രകാളിയെ വെച്ചോ ആരാധിക്കരുത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ ഭദ്രകാളിയുടെ സ്ത്രീകൾക്ക് ഭദ്രകാളിയുടെ സ്വഭാവാവസ്ഥ ഉണ്ടാകാവുന്ന രീതിയിലുള്ള ഒരു പ്രപഞ്ചത്തിലുള്ള ഒരു താക്കീത് നമുക്ക് തരുന്നതാണത്. ആ ഭദ്രകാളി തന്നെയാണ് കാളിദാസന് നാവിൽ അക്ഷരം പിന്നെ കൊടുത്തത്, വിദ്യ കൊടുത്തത്. അത് ആരാധിക്കേണ്ട ക്രമങ്ങളുണ്ട് ഭദ്രകാളിയെ. ഇങ്ങനെയാണോ ഗുരുതി നടത്തുന്നത്? ഭദ്രകാളിയുടെ നെഞ്ചത്തൊഴിച്ചാണോ ഗുരുതി നടത്തുന്നത്? നിങ്ങൾ കൊടുങ്ങല്ലൂരോ അല്ലെങ്കിൽ ഇവൻ കൊടുങ്ങല്ലൂരെ കുറ്റം പറയുന്നു, ചോറ്റാനിക്കരെ കുറ്റം പറയുന്നു. ഇവൻ്റെ ഭാര്യ അവിടെ എല്ലാമാണ് പോകുന്നത്, മൂവാമ്പിയലാണ് പോകുന്നത്. അവൻ്റെ ഒറ്റ കുടുംബക്കാരവിടെ വരുന്നില്ല. അവൻ്റെ ഇളയ അനിയനാണെങ്കിൽ മീൻ കച്ചവടവും ലോട്ടറി കച്ചവടമാണ്. അത് എമ്പഴച്ച് ഒരുത്തന് ഇവൻ്റെ കൂടെ നിന്ന് പഠിച്ചു പോയതാണ്. അല്ലാതെ ആ പയ്യനെങ്കിലും രക്ഷപ്പെട്ടേനെ. ഇവൻ്റെ കൂടെ നിന്ന് മോഷണം പഠിച്ചു പോവൻ. ഇവന്മാർ രണ്ടുപേരും കൂടെ ഏതോ ഒരു പിന്നെ എന്താ ഇതിൽ നിന്ന് ഈ വെടിസ്വാമിയുടെ കൂടെ നിന്നിട്ട് ഒരു പിന്നെ ഗൾഫുകാരൻ്റെ ഭാര്യയിൽ നിന്നും അടിച്ചു മാറ്റിയതാണ്. ഗൾഫുകാരനും ഭാര്യയും കൂടെ നല്ല രഹസ്യമായിട്ട് വിളിച്ച് രണ്ടുപേരെയും കൂടെ അങ്ങോട്ട് വരുത്തി എടുത്തിട്ട് ഇടിച്ച് അങ്ങ് പൂശി നാട്ടുകാരെല്ലാം കൂടെ. ഇതൊക്കെ എന്താ വെളി പറയാത്ത? കഞ്ഞി വിറ്റുകൊണ്ട് നടന്നത് എന്താ വെളി പറയാത്ത? ഇവനെവിടുന്ന ഡോക്ടർ കിട്ടിയെന്ന് പറയാത്ത എന്താ? 10,000 രൂപയുടെ ഒരു ഡോക്ടർ എടുത്ത് വെച്ചേക്കുക. ഈ കാളഹസ്തി തന്ത്രം എവിടുന്ന് വരുന്നു പറ. ഒരു തന്ത്രശാസ്ത്രം പഠിക്കണമെങ്കിൽ ഒരുപാട് ക്രിയകളുണ്ട്. ആവാഹനമുണ്ട്, ഉച്ചാടനമുണ്ട്. ഒരു കരതലാങ്കുലി സ്പർശമോ അല്ലെങ്കിൽ അവൻ്റെ ദേഹം പോലും ശുദ്ധി ചെയ്യുന്നില്ല. ഒരു ആവാഹനത്തിൽ ഇരിക്കുമ്പോൾ 100 പ്രാവശ്യം കക്കൂസി പോന്നേ. ഒരു മേൽശാന്തിയും ചെയ്യില്ല. ഒരു മലബാര പൂജയ്ക്ക് പോലും ചെയ്യില്ല. ഒരു കുലാർണവ തന്ത്രത്തിൽ പോലും ചെയ്യില്ല. പിന്നെ ചില ഉപാസന വ്യക്തിത്വങ്ങളുണ്ട്. അത് ഇത്ര ദിവസത്തേക്ക് നമ്മൾ അശുദ്ധിയായിട്ടൊക്കെ ചെയ്യേണ്ടത്. അതൊക്കെ നീച രീതിയിലുള്ള സാധനങ്ങളാണ്, ദുർമന്ത്രവാദ വിഷയങ്ങളാണ്. പറഞ്ഞ് മനസ്സിലായില്ലേ? പിന്നെ കുരുത്തോല കൊണ്ട് പന്തൽ കെട്ടി അതിനകത്തിരുന്ന് ജപിച്ച് അർദ്ധരാത്രിയിൽ പ്രത്യക്ഷപ്പെടുന്ന സാധനമുണ്ട്. ഇതൊന്നും വിശദമാക്കാൻ പറ്റത്തില്ല. ചില നിഗൂഢ രഹസ്യങ്ങൾ അടങ്ങിയതാണ് തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത്. അതാണ് കൽപ്പന, ശിക്ഷ, വ്യാകരണമൊക്കെ പഠിക്കണമെന്ന് പറയുന്നത്. ഇവനെന്തോ കോക്കാബീച്ചയാണ് കാണിക്കുന്നത്. ഒരു കരതല സ്പർശനമില്ല, ബീജം കൊണ്ട് നശിക്കുന്നില്ല, ഒരു ഋഷി ഛന്ദസ് നശിക്കുന്നില്ല. നടുവരൽ മാത്രം ഇങ്ങനെ കയറ്റി ഒരു പിടിയായി ഇങ്ങനെ മേളിലോട്ട് എന്നിട്ട് താഴോട്ടൊരു വന്നിട്ട് ഒരു അളിച്ചുവാരില്ല, ചോറ് വരുന്ന പോലെ അല്ലെ കാടി കൊടുക്കുന്ന പോലെ ഒറ്റ കറക്കി പൂവെടുത്ത് ഒറ്റേറ. ഏതെങ്കിലും ഒരു മന്ത്രം നിങ്ങൾ ജപിച്ചു കണ്ടിട്ടുണ്ടോ? അവിടെ മഹാസുദർശന ഹോമം നടത്തുന്നു, പിന്നെ 10,000 ഹോമം നടത്തുന്നു, പിന്നെ പാൽപ്പായസ നിവേദ്യം. ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആകെ ജപിക്കുന്ന ആ വാറ്റു വത്സ എന്ന് പറഞ്ഞ അധിക പ്രസംഗിയായിട്ടുള്ള വഷളത്തിയായിട്ടുള്ള ആ സ്ത്രീ ഗണപതിയെ പോലും മോശപ്പെടുത്തുന്ന രീതിയിൽ പിന്നെ കത്തി എരിഞ്ഞ കരിക്ക് വെച്ചിട്ട്, അങ്ങനെ കത്തി എരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വേറെ വയ്ക്കണം. ചിട്ട ഏതാണ്? അതാണ് സംസ്കാരം, അതാണ്. അപ്പോഴേ അവിടെ എനർജി ഉണ്ടാവുള്ളൂ. ഇത് എത്രയും പൂജ കേട്ടു, 600 പൂജ കേട്ടുള്ള ഒരു 3/4% ആൾക്കാർ മരിക്കുകയാണ്. ഇപ്പോൾ കൊല്ലത്തുള്ള ഒരുപാട് പേർക്ക് നടുവ് തളർന്നും നടുവിന് വേദനയായിട്ടും കാലുവേദനയായിട്ടും അവിടെ കൊണ്ടുവരുന്ന വേറൊരുത്തനുണ്ടല്ലോ, അവൻ്റെ ഭാര്യയ്ക്ക് വരെ. എന്നിട്ടും അവൻ തളർത്തി പിടിച്ച് ഇവിടെ ആൾക്കാരെ എത്തിക്കാൻ നോക്കുക പൈസയ്ക്ക് വേണ്ടി. നാണമില്ലേടാ ഉദരം വീർപ്പിക്കാനായിട്ട്? വ്യക്തികൃത വേഷം കെട്ടുക. വേറൊരു കോമാളിയുണ്ട്, മാർക്കറ്റിംഗ് എഞ്ചിനീയറാണ്. എന്തോ മാർക്കറ്റിംഗ് അഡ്വർടൈസിങ് മാനേജർ. ഏത് ക്ഷേത്രത്തിനാണ് സുഹൃത്തെ അഡ്വർടൈസിങ് മാനേജറുള്ളത്? നിങ്ങളൊന്ന് അനച്ചു വയ്ക്കേ. ഗുരുവായൂരുണ്ടോ? ഇപ്പോൾ നിങ്ങൾ അടുത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലുണ്ടോ? നമുക്ക് ഫലം വരുമ്പം നമ്മളാണ് തീരുമാനിക്കുന്നത് ഒരു ജ്യോത്സ്യനെ കാണണോ വേണ്ട എന്നുള്ള. ഏത് ജ്യോത്സ്യനാണ് എനിക്ക് വിശ്വാസം എന്നുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അല്ലാതെ കോഞ്ഞാട്ട പോലെ ഉള്ള കോഞ്ഞാട്ടയെല്ലാം കൂടെ അടിച്ചിട്ട് ഇങ്ങനെ വാ എന്ന് വിളിച്ചാൽ ഓടി ചെല്ലുമല്ല വേണ്ടിയേ. അതിൻ്റെ പരമാർത്ഥം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി ഞങ്ങൾ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. അവിടെ നിൽക്കുന്നവർ ഒറ്റ ഒരെണ്ണത്തിനെ കൊള്ളത്തില്ല. തക്കം കിട്ടിയ ഇവന്മാർ നോക്കി നിന്നിട്ട് കേസ് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ മാർഗ്ഗമാണ് ഇവന്മാർക്ക്. അവിടെ നിൽക്കുന്ന മേൽശാന്തിമാരെല്ലാം അമ്മമാരുടെ ജീവിതം മുരടിച്ചു പോവുകയും ചെറുപ്പക്കാർ അന്യം നിന്ന് പോവുകയും ചെയ്യത്തുള്ളൂ. അവനൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ണൂരുകാരനൊക്കെ കെട്ടി തൂങ്ങേണ്ട അവസ്ഥയുണ്ടാവും. കാര്യം അമ്മയെക്കാൾ അമ്മയായിട്ടുള്ള ആൾക്കാരെയൊക്കെയാണ് കൊണ്ടു നടക്കുന്നത്.
എന്തുകൊണ്ട് അവന് പൂജ നടത്തിയിട്ട് ഫലമായില്ല? വിവാഹത്തിന് വേണ്ടി പൂജ നടത്തി, എന്തുകൊണ്ട് ഫലമായില്ല? അവൻ വിവാഹം കഴിച്ചില്ല, അവനൊരു ജോലി കിട്ടിയിട്ടില്ല. ഇവൻ്റെ ആസനമുഖിൻ്റെ ആസനം കഴുകി കൊടകര വത്സടയൊക്കെയും അല്ല കൊടകര കുസുമത്തിൻ്റെയൊക്കെ അതും